അനുഗ്രഹീത രാത്രി വേളയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ രാത്രിയിൽ നാം ദൈവവാദപ്പെടുത്തലായിരിക്കുന്നു. വളരെ പ്രതീക്ഷയോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചായിരിക്കാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസനിലൂടെ ഇന്ന് പകൽക്കാലം വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനം ദൈവം നമുക്ക് വിഭജിച്ച് തരുവാനിടയായി. നാം ദൈവത്തിൻ്റെ മന്ദിരമാണ്. നമ്മുടെ ശരീരത്തിന് ദൈവത്തിൻ്റെ മേൽ വാസമുണ്ട്. ശരീരത്തിൽ ആ മന്ദിരത്തിൽ കർത്താവ് വസിക്കുന്നിടത്തോളം ദൈവം നമുക്ക് ആ ശരീരത്തിന് വേണ്ടുന്ന എല്ലാ വിടുതലും തരുമെന്നുള്ള അനുഭവം പോലെ ഹല്ലേലൂയ. നാം ദൈവത്തിൻ്റെ മന്ദിരമായി, ദൈവത്തിൻ്റെ പ്രത്യേക ജനമായിട്ട് ദൈവം നമ്മെ കണ്ടിരിക്കാൻ നമുക്ക് കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വളരെ പ്രതീക്ഷയോടെ ആയിരിക്കാം. കർത്താവിൻ്റെ ദാസൻ കല്ലറ എന്ന ദേശത്ത്, ഹല്ലേലൂയ, നമ്മുടെ കൊല്ലം ഡിസ്ട്രിക്റ്റിൻ്റെ അതുപോലെ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൻ്റെ ഒക്കെ ബോർഡറിലാണ്. ഹല്ലേലൂയ. AG സഭയുടെ ശുശ്രൂഷകനായി വർഷങ്ങളായി ഒരു സഭയിൽ തന്നെ ശുശ്രൂഷിച്ചുകൊണ്ട് ആ ദേശത്ത് വലിയ പ്രവൃത്തി കർത്താവിനാൽ ചെയ്തെടുക്കപ്പെടുന്ന ഒരനുഭവത്തിലായിരിക്കുന്നു. അതുപോലെ തന്നെ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ AGയുടെ ശുശ്രൂഷകനാണ്. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവായിരിക്കുന്ന സ്ഥാനങ്ങളിലൊക്കെ ചെന്ന് ശക്തമായി നാളുകളിൽ ദൈവത്തിന് വേണ്ടി ശുശ്രൂഷിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കർത്താവിൻ്റെ ദാസനാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കുക. കർത്താവേ, ഇന്ന് രാത്രിയിലെ വചനം എനിക്ക് വിടുതലിന് കാരണമാകണമേ, എനിക്ക് അനുഗ്രഹത്തിന് കാരണമാകണമേ, എനിക്ക് സൗഖ്യത്തിന് കാരണമാകണം. അതിനുവേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിച്ച് വചനത്തിൻ്റെ മുൻപിൽ, ദൈവത്തിൻ്റെ മുൻപിൽ ഞാൻ എന്നെ തന്നെ എളിമപ്പെടുത്തി ഈ ഉപവാസ ദിനത്തിലായിരിക്കുന്നു. ഒരു വിടുതലോടെ എഴുന്നേൽപ്പാൻ ഞങ്ങൾക്ക്, സഭയ്ക്ക്, ദേശത്തിന് അതൊരു അനുഗ്രഹമായി തീരുവാൻ കാരണമാകണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ദൈവപാദപീഠത്തിലായിരിക്കാം. തുടർന്ന് കർത്താവിൻ്റെ ദാസൻ ദൈവത്തിൽ ശുശ്രൂഷിക്കുന്നു. കർത്തവ്യത്തിനെ ക്ഷണിച്ചുകൊള്ളും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി കർത്താവ് തന്നിരിക്കുന്ന നല്ല അവസരത്തിനായിട്ട് സ്തോത്രം. ഇന്ന് രാത്രി ദൈവവചന കേൾവിക്കായി കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. വളരെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി ദൈവസന്നിധിയിലിരിക്കുക. ഞാൻ എന്നെ പരിചയപ്പെടുത്താത്തതിൻ്റെ കാരണം സമയം പരിമിതമാണ്. 2 മിനിറ്റായാലും 3 മിനിറ്റായാലും എനിക്കത് ഭയങ്കര ഉപയോഗമുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് എന്നെ ദൈവത്തിൻ്റെ ദാസൻ പരിചയപ്പെടുത്തി കഴിഞ്ഞു. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ തമ്മിൽ ചില വർഷങ്ങളായി സഭാ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ താൻ ഇരിക്കുന്ന ഇടത്തെല്ലാം എന്നെ വിളിക്കാറുണ്ട്. ഐശ്വര്യമായ നിലയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ശുശ്രൂഷയിൽ പങ്കെടുക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ദൈവം ഒരുക്കി തരുന്നു. അതിൻ്റെ വിശ്വാസത്തിലും ബലത്തിലുമാണ് ഈ ചർച്ചിലും എന്നെ വിളിക്കാനായിട്ട് ദൈവം കൃപ ചെയ്തത്. വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. നിങ്ങൾ ചിതറി ആരും ഇരിക്കരുത്. ചേർന്നിരിക്കുന്നതിൽ ഏറ്റവും വലിയ സന്തോഷമുണ്ട്. വളരെ ശ്രദ്ധിക്കുക. ദൈവത്തിൻ്റെ വചനം നാം കഴിഞ്ഞ പകലിൽ ഇച്ചിരി സമയം കേട്ടു. വിശാലമായ നിലയിൽ കേട്ടു എന്നെനിക്ക് പറയാൻ പറ്റില്ല. വചനം കേട്ടു, അതിൻ്റെ ചില രഹസ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. 1 മണിക്ക് തന്നെ നമ്മൾ ഇത് അവസാനിപ്പിച്ച് തിരിച്ചുപോയി. എന്നെ ചിന്തിപ്പിക്കുന്നൊരു കാര്യം, നമ്മൾ എന്തെങ്കിലും ഗവൺമെൻറ് സബ്സിഡി ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അതിരാവിലെ ചെന്ന് ആ ക്യൂവിൽ നിന്ന് വേഗത്തിൽ അത് വാങ്ങാൻ എത്ര സമയം വേണോ നമ്മൾ വിനിയോഗിക്കാൻ തയ്യാറാണ്. പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ സമയം ലാഭം എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കുന്നതിലാണ്. ഞാൻ ഈ പട്ടണത്തെ ഓർത്ത് പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. നമുക്ക് വിടുതൽ ലഭിക്കാതെ പോകുന്നതിൻ്റെ കാരണം നമ്മൾ ആ വിടുവിക്കുന്ന ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പകരം സഭകളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നു, പാസ്റ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ആമേൻ. ഇന്ന് പകൽ അതെല്ലാം വിട്ടിട്ട് നിങ്ങൾ ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്യണം, ദൈവത്തെ അനുഗമിക്കണം. സ്വതം പറഞ്ഞാട്ട് ദൈവത്തിൻ്റെ പിറകെ പോയ ഒരു മനുഷ്യൻ്റെ കാര്യം പകലിൽ പറഞ്ഞു. 225 വയസ്സ് അവൻ ഒരു അസ്വസ്ഥതയുമില്ലാതെ അവൻ കർത്താവിനോട് കൂടെ നടന്നു. നിങ്ങൾക്ക് നടക്കാൻ ആഗ്രഹമുണ്ടോ? ഞാൻ ഇന്ന് പകൽ ശുശ്രൂഷിച്ച് തിരിച്ചു പോകുമ്പോൾ ദൈവദാസൻ എന്നോട് ചോദിച്ചു, പാസ്റ്റർ രോഗസൗഖ്യത്തിൽ വിശ്വസിക്കുന്നയാളാണോ? എനിക്കൊരു ശങ്കയും ഇല്ലാതെ പറഞ്ഞു, എനിക്ക് രോഗത്തെ പേടിയുള്ളയാളല്ല, പിന്നല്ലേ രോഗശാന്തിയുടെ മണ്ഡലം. ശ്രദ്ധിക്കുക, രോഗം നമ്മുടെ ജീവിതത്തിൽ വരും, സ്വാഭാവികം. പക്ഷെ അതിനെ ജയിക്കുക എന്നത് നമ്മുടെ അകത്തിരിക്കുന്ന സ്പിരിച്വൽ ഇമ്മ്യൂണിറ്റി പവറിൻ്റെ കെൽത്താണ്. മനസ്സിലാകുന്നവർ സ്വന്തം പറഞ്ഞ രോഗമില്ലാതെ ആരുമില്ല. പക്ഷേ ആ രോഗം നമ്മെ കിടത്തുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ഭയപ്പെട്ടു പോകുന്നത്. ഓൾറെഡി സൗഖ്യം വരുത്തുന്ന യേശോപ്പൻ നമ്മുടെ ഹൃദയത്തിനകത്തുണ്ട്. ആമേൻ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, മഹത്വം
മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു. ആ ബോധ്യമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. ആ ബോധ്യമുള്ളവരാണ് വന്നത്. ഒരു പ്രസംഗം കേട്ട് പോവാനാണെങ്കിൽ ഇന്ന് രാത്രി ഇഷ്ടം പോലെ ആൾക്കാർ വരുമായിരുന്നു. നിങ്ങളെ ഇളക്കാൻ, നിങ്ങളെ മറിക്കാൻ, തുള്ളിക്കുക, ഒരാത്മവിവശത ഉണ്ടാക്കുന്ന ഒരാളാണെങ്കിൽ ഇന്ന് രാത്രി ഇഷ്ടം പോലെ ആൾക്കാർ ഇതിനകത്ത് നിൽക്കുമായിരുന്നു. ഇന്ന് രാത്രി കർത്താവ്, ഞാൻ പറയാം, എന്നെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അതൊന്നും പറ്റാത്തത് കൊണ്ടല്ല, നമ്മൾ ജനത്തെ വഞ്ചിക്കുന്നു എന്നൊരു ബോധമുള്ളതിനകത്തുള്ളത് കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് ഇന്ന് രാത്രി പ്രവേശിക്കുകയാണ്. ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഇസ്രായേലിൽ ശമൂവേലിന്റെ വചനം എല്ലാ ഇസ്രായേലിനും വന്നിട്ട് ദൈവത്തിന്റെ വചനം ശമൂവേലിലൂടെ വെളിപ്പെട്ടു എന്നാണ് വായിക്കുന്നത്. 3-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ ദൈവത്തിന്റെ വചനം ദുർലഭമായിരുന്നു എന്ന് കാണാം. സഭ തകരുന്നത്, കുടുംബങ്ങൾ തകരുന്നത്, വ്യക്തികൾ തകരുന്നത് പ്രവചനത്തിന്റെ കുറവ് കൊണ്ടല്ല, ആരാധനയുടെ കുറവ് കൊണ്ടല്ല. ദൈവത്തിന്റെ വചനം കേൾക്കേണ്ടതുപോലെ കേൾക്കാൻ കഴിയാതെ മത്സര ബുദ്ധികളുള്ളവരായി ജനം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെന്നറിയാതെ ആരാധിക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ ദൈവത്തിന്റെ വചനം വ്യക്തികളിൽ ക്രിയ ചെയ്യുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ദൈവത്തിന്റെ വചനം ഇസ്രായേലിൽ ദുർലഭം. ഈ ദുർലഭം എന്ന് പറയുന്ന പദം നിങ്ങൾക്ക് ഇന്നത്തെ ഭാഷയിൽ വ്യാഖ്യാനിക്കാൻ നാടൻ ഭാഷയിൽ തയ്യാറായാൽ, പണ്ട് ഒരു കാർഡിന് 10 ലിറ്റർ മണ്ണെണ്ണ കിട്ടുമായിരുന്നു. പണ്ട് ഇലക്ട്രിസിറ്റി ഇല്ലാത്ത കാലം, പെട്രോമാക്സ് ഇല്ലാത്ത കാലം, മണ്ണെണ്ണ വിളക്കിൽ മാത്രം പോകുന്ന വലിയവൻ്റെയും ചെറിയവൻ്റെയും വീട്ടിൽ ഒരു കാർഡിന് ഒരു മാസം കുറഞ്ഞത് 10 ലിറ്റർ മണ്ണെണ്ണ. ഇന്ന് ഇലക്ട്രിസിറ്റി വന്നു, സോളാർ വന്നു, ഇൻവെർട്ടർ സിസ്റ്റങ്ങൾ വന്നു. അതുകൊണ്ട് ചുരുങ്ങി ഒരു കാർഡിന് 1/2 ലിറ്റർ മണ്ണെണ്ണ. മനസ്സിലാകുന്നുണ്ടോ? ആ വചനത്തിൻ്റെ ദുർലഭത്തെ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ നിങ്ങളുടെ വെള്ളക്കാർഡിൽ 6 മാസത്തിലൊരിക്കൽ 1/2 ലിറ്റർ മണ്ണെണ്ണ കിട്ടുന്ന ഒരു ചിന്ത നിങ്ങൾ കൊണ്ടുവന്നോളൂ. 10 ലിറ്റർ വാങ്ങിക്കൊണ്ടിരുന്ന ഒരു കാലം മറന്ന് ഇപ്പോൾ 1/2 ലിറ്ററിലേക്ക് നമ്മൾ നീങ്ങിയിരിക്കുക. അതിൻ്റെ അർത്ഥം എന്നാ? മണ്ണെണ്ണയുടെ സമ്പുഷ്ടി കുറവായതുകൊണ്ടല്ല, മണ്ണെണ്ണ ലഭ്യമാകാത്തത് കൊണ്ടുമല്ല, മണ്ണെണ്ണയുടെ ഉപയോഗം റോസ് കാർഡിന് താഴോട്ടുള്ളവർക്കേ വേണ്ടൂ എന്ന് ഗവൺമെന്റ് തിരിച്ചറിഞ്ഞ് നീല കാർഡിന് മുകളിലോട്ടുള്ള കാർഡുകൾക്ക് മണ്ണെണ്ണ കുറച്ചിരിക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? മണ്ണെണ്ണയുടെ ലഭ്യത ഇല്ലാഞ്ഞിട്ടല്ല. ഓർക്കണം, മണ്ണെണ്ണ ഇഷ്ടം പോലുണ്ട്. മണ്ണെണ്ണ ഇല്ലെങ്കിൽ മത്സ്യബന്ധനം നടക്കുകയില്ല. മണ്ണെണ്ണ ഇല്ലെങ്കിൽ ചില ബിസിനസ് സ്ഥാപനങ്ങൾ പോവില്ല. അവിടെ എല്ലാം മണ്ണെണ്ണയുണ്ട്, ഡീസലുണ്ട്. ഇതൊക്കെ ഇഷ്ടം പോലെ കിട്ടുമെങ്കിലും ദുർലഭമാണ് ചില രാജ്യങ്ങളിൽ. ചില രാജ്യങ്ങൾ ഭയങ്കര വില കൊടുക്കണം. എന്താ അങ്ങനെ വെക്കാൻ കാരണം? ഇത് ഓവറായി അവിടെ കണ്ടെത്താൻ ആൾക്കാരില്ല എന്നാണ് എൻ്റെ അർത്ഥം. ഇന്നത്തെ കാലം പരിശോധിച്ചു നോക്കൂ, വചനം ദുർലഭമാണ്. അതോ ഉപദേശമില്ല, എങ്ങനെ വേണേലും പോവാം. നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം യേശുവാണെന്ന് പറഞ്ഞു പഠിപ്പിച്ച് ജനത്തിന്റെ വഴി തെറ്റിക്കുന്ന ഒരു കാലം. ജനത്തിന് സൗഖ്യം മതി, ജനത്തിന് സമാധാനം മതി, ജനത്തിന് വിശുദ്ധി വേണ്ട. എന്തിനാ നമ്മൾ ഈ കോലം കെട്ടി ഇവിടെ ഇരിക്കണം എന്നറിയാമോ? ഇവിടുത്തെ സഭയുടെ രജിസ്റ്ററിൽ പേര് ചേർത്ത് നല്ലൊരു വിവാഹത്തിനും നല്ലൊരു അടക്കത്തിനും വേണ്ടിയല്ല, നല്ലൊരു ഉയർപ്പിന് വേണ്ടിയാ. പ്രത്യാശയുള്ള ദൈവമക്കൾ അങ്ങനെ തന്നെ ചിന്തിക്കണം. നല്ലൊരു ഉയർപ്പായി ഇനി വേണ്ടത്. എനിക്ക് നല്ലൊരു ജനനം കിട്ടി, എനിക്കൊരു നല്ലൊരു ഭാര്യയെ കിട്ടി, എനിക്ക് നല്ല 2 ആൺമക്കളെ ദൈവം നൽകി. ഇനി അവരുടെ കല്യാണം അതെൻ്റെ വിഷയമല്ല, അവരുടെ ഭാവി എൻ്റെ വിഷയമല്ല. എന്നെ സംബന്ധിച്ച് എൻ്റെ വിഷയം, എൻ്റെ ഭാര്യയെ സംബന്ധിച്ച് എൻ്റെ വിഷയം, എൻ്റെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് എനിക്ക് വിഷയം ഒരു നല്ലൊരു ഉയർപ്പ് ലഭിക്കണം. അതിനു വേണ്ടിയുള്ള ഒരു റിക്രൂട്ട്മെന്റ് സെന്ററാണ് ദൈവത്തിന്റെ സഭ.
ആമേൻ. ഇത് പറയുമ്പോ പിശാച് പറയാൻ ഇന്നത്തെ പ്രസംഗത്തിന് തീയില്ല, ഇന്നത്തെ പ്രസംഗത്തിന് ശക്തിയില്ല, ഇന്നത്തെ പ്രസംഗം കേട്ട് ഉറങ്ങി. ഈ ഉറങ്ങുന്നവരോർക്കുക, നിങ്ങളുടെ ചിന്തകളെ ഉറക്കുകയാണ് പിശാച് ചെയ്യുന്നത്. അടുത്ത നിമിഷം യേശു വന്നാൽ നിങ്ങൾ നിങ്ങൾ ഒരുക്കപ്പെടരുത്, നിങ്ങൾ അതിനു വേണ്ടി തയ്യാറാകരുത് എന്നുള്ള ചിന്തയാണ് പിശാചിനുള്ളത്. ഇപ്പൊ വചനം ദുർലഭമാകുന്ന ഒരു കാലം. കോവിഡ് കഴിഞ്ഞപ്പോ നമ്മുടെ വിശ്വാസികളെല്ലാം പഠിച്ച ഒരു മനഃശാസ്ത്രം, പള്ളിയിൽ പോയില്ലേലും വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. 2.5 വർഷം പള്ളിയിൽ പോവാത്തവരുണ്ട്. ഇന്നും കോവിഡിന്റെ പേരിൽ പള്ളിയിൽ പോവാതെ ഓൺലൈനിൽ കിട്ടുന്ന സഭായോഗവും കണ്ട് വീട്ടിലിരിക്കുന്നവരുണ്ട്. നമ്മൾ ഇത് ലൈവ് ചെയ്യുമ്പോൾ വീട്ടിലിരുന്ന് വലിയ സ്ക്രീനിൽ കാണുന്ന വിശ്വാസികളുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണം, ശ്രദ്ധിക്കുക. ആരാധനകളുടെ സമയം വെട്ടിക്കുറച്ചൊരു കാലം കോവിഡ് ടൈം. അതുകൊണ്ട് എന്ത് കൂടി രോഗശക്തികൾ മനുഷ്യനെ കവർന്നു പിടിക്കാൻ തുടങ്ങി. കുടുംബത്തിനകത്ത് അസമാധാനം തുടങ്ങി, തലമുറ ചിതറാൻ തുടങ്ങി. ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും അവിശ്വസ്തതകൾ പുലർത്താൻ തുടങ്ങി. വചനത്തിന്റെ ലഭ്യത സഭയിൽ കുറഞ്ഞപ്പോ, തലമുറകൾ കുറഞ്ഞപ്പോൾ അവർ അവരുടെ ദുഷിച്ച വഴികളിലേക്ക് തിരിയാൻ തുടങ്ങി. ഇന്ന് രാത്രി പരിശുദ്ധമ വിളിച്ചു വന്ന രഹസ്യം കേൾക്കുക. ഉസ്സിയ രാജാവിനെ ദൈവകൃപയിൽ നിർത്താൻ ഒരു സക്കറിയ പ്രവാചകൻ ഉണ്ടായിരുന്ന കാലത്തോളം ദൈവം ഉസ്സിയാവിന് അഭിവൃദ്ധി കൊടുത്തെന്നാണ് അവൻ വിശുദ്ധ വേദ പുസ്തകത്തിൽ പഠിപ്പിക്കുന്നതെങ്കിൽ, ഈ ന്യൂ ജൻ പ്രോയുടെ കാലത്ത്, ഈ ന്യൂ വർഷിപ്പ് സിസ്റ്റത്തിന്റെ കാലത്ത് ഉപദേശം പറയാൻ, ദൈവകൃപയിൽ ജനത്തെ നിർത്താൻ ഒരു പുരോഹിതനെ നീ അന്വേഷിക്കുന്ന കാലമാ. അത് കിട്ടാനില്ല. എല്ലാവരും ഒരുപോലെ ഡാൻസ് കളിക്കാൻ തുടങ്ങിയാൽ, പ്രാസംഗികൻ ഡാൻസ് കളിക്കാൻ തുടങ്ങിയാൽ, പാട്ടുകാർ ഡാൻസ് കളിക്കാൻ തുടങ്ങിയാൽ ജനത്തിന്റെ അവസ്ഥ എന്നാ? വചനം ദുർലഭം, പകരം ഇളക്കപ്പെരുക്കങ്ങൾ ധാരാളം. മനസ്സിലാകുന്നുണ്ടോ? കാബറെ ഡാൻസുകൾ പോലെ സിറ്റിയുടെ വിവിധ മണ്ഡലങ്ങളിൽ ആരാധന അല്ലെങ്കിൽ DJ ലൈറ്റുകൾ വെച്ച് അടിച്ചു പൊളിച്ച് ജനത്തെ ഉന്മാദത്തിലേക്ക് നയിച്ച് ദൈവകൃപയുടെ മറവിൽ നിന്ന് കുടുംബങ്ങളെ ചൂഷണം ചെയ്യുന്ന ഈ പട്ടണത്തിന്റെ ആത്മാവിനെ ദൈവസഭ ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞെങ്കിൽ അവൻ കൊല്ലാമായിരുന്നു എന്ന് എന്റെ അകത്തിരിക്കുന്ന ആത്മാവ് പറയുമ്പോ അതിന് വില കൊടുക്കാൻ ഒരു കൂട്ടം തലമുറകൾ ദൈവസഭകളിൽ നിന്ന് അവൻ പ്രാക്കൾ പറന്നെണീക്കുന്നത് പോലെ എഴുന്നേറ്റു വരേണ്ട കാലം കഴിഞ്ഞു. ഇന്ന് പകൽ ഇന്ന് രാത്രിയിലും പകൽ ഞാൻ ശ്രദ്ധിച്ചത്, ഇവിടെ യുവജനങ്ങളില്ല. ഒരു കാബറെ ഡാൻസ് ആണ് വെച്ചിരുന്നതെങ്കിലോ വെളിയിൽ നിന്ന് വലിയ സ്റ്റാറുകളെ ഇറക്കി ഒരു മ്യൂസിക് നൈറ്റ് ആണ് ഇവിടെ വെച്ചിരുന്നതെങ്കിൽ, അച്ചായന്മാരെ, ഉറഞ്ഞു തുള്ളാൻ ആൾക്കാർ വരും. ടിക്കറ്റ് വെച്ചാൽ ലക്ഷക്കണക്കിന് രൂപയ്ക്ക് ടിക്കറ്റ് വിറ്റുപോകും. ഇതാണ് പിശാചിന്റെ ട്രെൻഡ് എന്ന് പറയുന്നത്. ഇതാണ് ഇസ്രായേൽ എന്ന് സംഭവിച്ചത്. കഴിക്കാൻ ആളുണ്ട്, യോഗത്തിന് കൂടാൻ ആളുണ്ട്, പക്ഷേ വിശുദ്ധിക്ക് നിൽക്കാൻ ആളില്ല. അന്ന് ദൈവത്തിന്റെ വചനം ദുർലഭം. ദൈവവചനമില്ല എന്നല്ല, പ്രസംഗിക്കുന്നവരില്ല, നട്ടലോടെ പറയുന്നവരില്ല. പറയുന്ന ഏടി പോലും കാഴ്ച മങ്ങിയവനായി ഭവനത്തിനകത്തൊതുക്കപ്പെട്ടു. അവന്റെ തലമുറയെ ദേശത്തിലെ വേശ്യ ശക്തി ആ തലമുറകളെ നശിപ്പിക്കാൻ തുടങ്ങി. ആ തലമുറകൾ ഒന്നുപോലും അവൻ ദൈവത്തെ ആരാധിക്കാൻ വിടാതെ വണ്ണം അമർത്തിയ പട്ടണത്തിന്റെ നടുവേ അവൻ കൈക്കുഞ്ഞുമായി ഏലിയുടെ മുമ്പിലെത്തുന്ന ഒരു ഹന്നായെ കാണാം. ആ പാപം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ആ വീട്ടിനകത്ത് ദൈവകൃപ ചുമക്കുന്ന ഒരു ശമവേല് വളരുകയോ. കാറും വലിയ വീടും വലിയ സംവിധാനങ്ങളും മെട്രോപൊളിറ്റൻ സിറ്റിയിലെ വലിയ ആദായ സൗധങ്ങളും അല്ല ഇന്ന് രാത്രി നമുക്ക് വേണ്ടത്. ഉള്ളതെല്ലാം അനുഭവിച്ചോളൂ, കുഴപ്പമില്ല. വചനത്തെ ചുമക്കുന്നൊരു തലമുറ നമ്മുടെ കൂടാരത്തിൽ ഉണ്ടോ എന്ന് അന്വേഷിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ജയം. ദൈവത്തിന്റെ പിന്നാലെ പോകുന്ന ഒരു തലമുറ നമ്മുടെ വീട്ടിലുണ്ടോ എന്ന് അന്വേഷിക്കട്ടെ. ഇല്ലാത്തവർ മുട്ടുമടക്കി തലമുറയുടെ മേൽ നിൽക്കുന്ന ദുരാത്മാവിനെ ബ്ലോക്ക് ചെയ്യാൻ ഇന്ന്
രാവിലെ ഇന്ന് രാത്രി തയ്യാറാകാൻ ദൈവാത്മാവ് നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. അമ്മയും അപ്പനും നന്നായിട്ട് ആരാധിക്കും, അമ്മയും അപ്പനും നന്നായി ദൈവസഭയിൽ സഹകരിക്കും. നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ സഭയുടെ നട്ടലാണ് ഫാമിലി. പക്ഷേ ഒരൊറ്റ പ്രശ്നം, അതിലെ തലമുറകൾ ചിലത് പാപത്തിലാണ്. ഇന്ന് രാത്രി അങ്ങനെ പറയുന്ന ധാരാളം കുടുംബങ്ങൾ പെന്തിക്കോസ്തിനകത്തുണ്ട്. ഇന്ന് രാത്രി ആത്മാവിനെ വിളിച്ചോ, വിശ്വാസത്തിന്റെ കൈമാറ്റം നീ കൈമാറ്റം നടത്തേണ്ട സമയത്ത് നടത്താതെ പോയതുകൊണ്ട് അത് നിന്റെ കുടുംബത്തിൽ വളരാൻ പിശാച് ചില വളക്കൂറുള്ള മണ്ണുകളെ ഒരുക്കി. എന്നാൽ ഇന്ന് രാത്രിയിലും അത് അവസാനമല്ല. അതിന്റെ നടുവിൽ തലമുറയെ തിരിച്ചു പിടിക്കാൻ ഇതിനകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തിയുണ്ട്. അതിനെ നീ വില കൊടുത്തെന്ന് രാത്രി പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ വസ്ത്രങ്ങൾ കൊണ്ട് കെട്ടിവിട്ട ദുരാത്മാവിന്റെ മണ്ഡലങ്ങളെ അതിന്റെ അടിത്തറയോടെ മറിച്ച് നിന്റെ കയ്യിൽ തരാൻ ഇന്ന് രാത്രി എന്റെ ദൈവം ഇതിനകത്തെത്തിയിട്ടുണ്ട്. ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അങ്ങനെ ശമൂവേല് എൻ്റെ നാടൻ ഭാഷയെ പറഞ്ഞ പാലുകൂടി മാറിയപ്പോൾ ഏലിയുടെ വീട്ടിലെത്തി. പാലുകൂടി മാറിയപ്പോൾ സ്പിരിച്വാലിറ്റി എപ്പോഴാണ് ഉണ്ടാക്കേണ്ടതെന്നറിയാവോ? ആമേൻ. പാല് കുടിക്കുമ്പോഴേ കൊടുക്കണം. പാല് കുടിക്കുമ്പോഴേ സ്വത്രം ബാബാവോ 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 സിനിമ പാട്ടല്ലേ പറഞ്ഞേ? കുഞ്ഞിനെ മടിയിൽ കിടത്തി പണ്ടത്തെ അമ്മച്ചിമാർ അപ്പച്ചമാർ താരാട്ട് പാടുന്ന പാട്ടാ. ഞാനും എൻ്റെ കുഞ്ഞിനെ പാടിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഉള്ളിൽ എനിക്ക് തലമുറകളെ ദൈവം തന്നപ്പോൾ ഞാനൊന്ന് ചിന്തിച്ചു, ഞാൻ ആണാണ്, ഞാൻ ചെയ്തതിൻ്റെ 7 ഇരട്ടി എൻ്റെ തലമുറ ചെയ്യും. ചെയ്യാതിരിക്കണമെങ്കിൽ അവനെ കുഞ്ഞിലെ ദൈവകൃപയ്ക്കകത്ത് മുക്കിയെടുക്കണം. സ്വത്തുറക പറഞ്ഞാട്ട് ഇന്ന് നിങ്ങളുടെ പലരും, നിങ്ങൾ പല സ്റ്റേജിൽ നിൽക്കുന്ന ആൾക്കാരെ കണ്ടിട്ടും നിങ്ങൾ കൊതിക്കുന്നുണ്ടാവാം, ഇതെൻ്റെ മോനെ പോലെ ആയിരുന്നെങ്കിൽ, എൻ്റെ മകൾ ഇതുപോലെ ആയിരുന്നെങ്കിൽ, എൻ്റെ കൊച്ചുമോൻ ഇതുപോലെ ആക്കി എടുക്കണം ദൈവമേ എന്നൊക്കെ പറയുന്ന ധാരാളം ആൾക്കാരുണ്ട്. അതിപ്പ ചിന്തിച്ചിട്ട് കാര്യമില്ല. ആമേ മുളയിലേ നീ ആ കാര്യങ്ങൾ ചെയ്യണം. ഒരു സ്വത്തുറക്കെ പറഞ്ഞാട്ട് ഇന്ന് സഭകളിൽ ചെറുപ്പക്കാർ കുറയുന്നു. കുഞ്ഞുങ്ങൾ കയറുന്നില്ല. കുഞ്ഞുങ്ങൾ ഞായറാഴ്ച ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നു, ഫുട്ബോൾ കളിക്കാൻ പോകുന്നു. നമ്മളൊക്കെ സഭയിൽ ആക്റ്റീവ് മെമ്പേഴ്സാ. പക്ഷെ പിശാച് ചോദിക്കുന്നത്, നീ കഴിഞ്ഞാൽ അടുത്ത തലമുറ എവിടെയാണ്? കളിക്കളത്തിലാണ്. അടുത്ത തലമുറ എവിടെ? തിയേറ്ററിലാണ്. അടുത്ത തലമുറ എവിടെ? OTT പ്ലാറ്റ്ഫോമിലാണ്. അടുത്ത തലമുറ സൈബറിന്റെ ഒലിയിടങ്ങളിലാ. നീ പിടിച്ച ദൈവത്തെ കൊണ്ട് ആ തലമുറയ്ക്ക് എന്ത് ഉപയോഗം? സ്തോത്രം പറഞ്ഞാട്ട് ഇന്ന് രാത്രി അങ്ങനെ കെട്ടിക്കിടക്കുന്ന ചില തലമുറകള് വിടിവിപ്പാ. നിന്റെ അകത്ത് പ്രവാചകൻ ഇറങ്ങി വരുന്നതിനേക്കാൾ ബലത്തോടെ ശക്തിയോടെ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയാൽ നിന്റെ തലമുറയെ കെട്ടിയിരിക്കുന്ന കെട്ടുകളെ അന്യഭാഷയിൽ അഴിക്കാൻ നിന്റെ ആദരങ്ങൾ നിശുദ്ധമാകേണ്ട ഒരു പകൽ രാത്രിയാണിത്. ഇന്ന് രാത്രി ആവർത്തിച്ചു പറയുന്നു, ദൈവത്തിന്റെ മഹത്വം നഷ്ടപ്പെടാതിരിക്കുക. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പെന്തിക്കോസ്തിലോട്ട് ആരും വരരുത്, പെന്തിക്കോസ്ത് അനുഭവത്തിലോട്ട് ആരും വരരുത്. ആമേൻ പറഞ്ഞോട്ട്. നിങ്ങൾ വ്യത്യസ്തമായ ഉപദേശിയായിട്ട് എന്നെ കാണാൻ ചില സമയങ്ങളും കൂടെ തന്നാൽ നിങ്ങൾ ചിന്തിച്ചാലും മതി വരാത്ത ചിന്തകൾ പകരാൻ കഴിയും. ഇന്ന് രാത്രി 8:30 യോഗം തീർക്കണം. അങ്ങ് അറ്റം പോയാൽ 8:45. നിങ്ങളെല്ലാം പ്രൈവറ്റ് ബസ് പിടിച്ച് വന്നവരാ, എനിക്കറിയാം. പ്രൈവറ്റ് ബസ്സിൻ്റെ ആ റൂട്ട് തിന്നുമ്പോൾ നിങ്ങളെ വിടണം. ശ്രദ്ധിക്ക്, പെന്തിക്കോസ്തിലോട്ട് ആരും വരരുത്. ഞാൻ എൻ്റെ ചർച്ചിൽ പുതിയ കുടുംബങ്ങൾ വരുമ്പോൾ ചോദിക്കും, എന്തിനാ ചേച്ചി ഇങ്ങോട്ട് വന്നേ? പുള്ളിക്കാരി പറയും, ഞാൻ നിൽക്കുന്ന സമൂഹത്തിൽ സമാധാനമെന്ന് പറയുന്നതില്ല. ഞാൻ ചിരിച്ചുകൊണ്ട് പറയും, നിങ്ങൾക്ക് സമാധാനം ഇവിടെ കിട്ടുമെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പ്രസംഗിക്കുന്ന എനിക്കേ സമാധാനമില്ല. ഹലോ, ചിന്തിക്കുന്നുണ്ടോ? പ്രസംഗിക്കുന്ന അപ്പച്ചന്മാരെ, ശുശ്രൂഷകന്മാരെ, നമുക്ക് സമാധാനമുണ്ടോ? നമ്മൾ നിൽക്കുന്നത് കൃപയാലാണ്. സ്വത്തോറൊക്കെ പറഞ്ഞാട്ട് സമാധാനം തരാമെന്ന് പറഞ്ഞിട്ടല്ല ഞാൻ കർത്താവിൻ്റെ വേലക്കിറങ്ങിയത്. ഇതിനകത്ത് കഷ്ടമുണ്ട്, നഷ്ടമുണ്ട്, ലാഭമുണ്ട്, ലാഭ നേട്ടങ്ങളുമുണ്ട്. പക്ഷേ ഇന്ന് രാത്രി നിർത്തുന്നത് ദൈവ കൃപയാണ്. വിശ്വാസികൾ കണ്ടിട്ട് പറയും, വാ ഗിരിജയെ, വാ ഓമനെ, വാ മാമേ
അമ്മ കമലാക്ഷി, ഞങ്ങളെ വിടുവിച്ച ദൈവത്തിന് നിന്നെയും വിടുവിക്കാൻ കഴിയും. അങ്ങനെയാണ് ചില ആൾക്കാർ പള്ളിക്കകത്ത് വരുന്നത്. പള്ളിക്കകത്ത് വരുമ്പോൾ ഇളകി മറിയുന്ന ഡാൻസാ. പള്ളിക്കകത്ത് ഇറങ്ങി വരുമ്പോൾ ഓ യേശുവിനെ ടച്ച് 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 എന്നൊക്കെ ഡിലേ ഇട്ട് പറയുമ്പോൾ ആൾക്കാരെല്ലാം മയങ്ങിപ്പോവാ. സംഗതി ഒരു ചുക്കും അതിനകത്ത് നടക്കുന്നില്ല. ഇതിനകത്ത് വരുന്നവൻ വർജനമാചരിക്കണം. ഇതിനകത്ത് വരുന്നവൻ വിശുദ്ധി ആചരിക്കണം. ഇതിനകത്ത് വരുന്നവൻ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കണം. കാലം എത്ര പുരോഗമിച്ചാലും അവൻ ലോകം എത്ര വേൾഡ് വൈഡ് ആയാലും എന്തുമാത്രം ഫാഷനറിസം നമ്മുടെ ലോകത്തിൽ വന്നാലും നിനക്ക് അത് ഇമിറ്റേറ്റ് ചെയ്യാൻ വ്യവസ്ഥയില്ല. നിനക്കതിനെ അനുകരിക്കാൻ പ്രമാണമില്ല. നാം വിളിക്കപ്പെട്ട ജനമാണ്. മനസ്സിലാകുന്നവർ സ്വതന്ത്രക്കെ പറ. ഇന്ന് രാത്രി ഈ ന്യൂജൻ തലമുറയുടെ നടുവിൽ ഈ 50 വയസ്സ് കഴിയുന്ന എനിക്ക് പറയാനുള്ള ഏക ദൂത് അവൻ മുസ്ലിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവി. ഒരുവൻ എൻ്റെ അമ്മാമ്മ എന്നെ നോക്കി അന്തം വിട്ട് നിൽക്കാതെ ശരിക്കും എൻ്റെ റിയാലിറ്റി മനസ്സിലാക്കുക. ഒരുവൻ എൻ്റെ പിന്നാലെ വരാൻ ഇച്ഛിച്ചാൽ, PMCയുടെ പിന്നാലെയല്ല, അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ പിന്നാലെയല്ല, ഇന്ത്യ പെന്തിക്കോസ് ദൈവസഭയുടെ പിന്നാലെയല്ല, ആമേ ഷാരോൺ ഫെലോഷിപ്പിൻ്റെ പിന്നാലെയല്ല, ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിൻ്റെ പിന്നാലെയുമല്ല, ഓൾ ഇന്ത്യ XY ആമേ ഏത് ഡിനോമിനേഷൻ പിന്നാലെയല്ല നീ പോകുന്നത്. നീ പോകുന്നത് യേശുവിൻ്റെ പിന്നാലെയാ. ആ ബോധമുള്ളവർ കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുമോ? നീ പോകുന്നത് ഒരു മത നേതാവിന്റെ മുമ്പിലല്ല, ഒരു മാർഗം കാണിച്ചൊരു ദൈവത്തിന്റെ മുൻപിലേക്കാ. അതുകൊണ്ട് യേശു ഒരു കണ്ടീഷൻ വെച്ചു. കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കൂ, എന്റെ പിന്നാലെ ഒരുവൻ വരാനിച്ഛിച്ചാൽ, നമ്മളൊക്കെ ഇങ്ങനെ ഇച്ഛിപ്പിക്കുക, വാടി വാടാ എൻ്റെ പൊന്നച്ചായ വാ, അവൻ സ്വർഗത്തിൽ പോണ്ടേ, അവൻ ആരാധിക്കണ്ടേ, അവൻ സൈക്കിൾ വിറ്റ് കാറ് വാങ്ങണ്ടേ, ചെറിയ വീട് വിറ്റ് വലിയ ഫ്ലാറ്റ് കിട്ടണ്ടേ, വാ എന്ന് വിളിച്ച് വിളിച്ച് കൊണ്ടുവരാനല്ല പ്രമാണം. ഒരുവൻ എൻ്റെ പിന്നാലെ വരാനിച്ഛിച്ചാൽ പിതാവ് പുത്രനിങ്കൽ ആകർഷിക്കാതെ ആരും PMG ചർച്ചിൽ വരുന്നില്ല. ഒരു സ്വതന്ത്രക പറഞ്ഞാട്ട് അങ്ങനെ വന്നവരൊന്നും ഇവിടെ നിൽക്കില്ല, അവർ നിന്നതിനെയും കൂടെ കൊണ്ടുപോകും. മനസ്സിലാകുന്നുണ്ടോ? തോമച്ചായൻ ദാനിയേൽ ബ്രദറിനെ കൊണ്ടുവന്നു. ദാനിയേൽ ബ്രദറിന് ഇവിടെ ഇഷ്ടപ്പെട്ടില്ല. ദാനിയേൽ ബ്രദർ തോമച്ചായനെയും കൊണ്ടങ്ങ് പോയി എന്ന് പറയുന്നത് പോലെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക. വചനത്തിൻ്റെ വെളിപ്പാടായി പറയണേ, നിങ്ങൾ നല്ല ഗ്രഹിക്കാനുള്ള പ്രായമുള്ളവരാ. ഉറങ്ങാത്തവർക്കായി സ്തോത്രം ചെയ്യുക. ശ്രദ്ധിച്ചോളൂ, ഇവിടെ ഇത്രയും നല്ലൊരു പ്രസംഗം നിന്റെ ജന്മത്തി വർഷം കേൾക്കില്ല. പിശാച് പിശാച് പിശാചെന്ന് ഞാൻ പറയത്തേ ഇല്ല. എനിക്ക് ആ വാക്ക് ഉച്ചരിക്കുന്ന ഇഷ്ടമേ അല്ല. ശ്രദ്ധിക്കുക, വചനത്തിന്റെ വെളിപ്പാട് നിന്റെ അകത്തു വെളിപ്പെടണം. അതാണ് ദൈവവചനത്തിന്റെ കർമ്മകാണ്ഡം പറയുന്നത്. ഈ വചന വെളിപ്പാടകത്ത് കയറാതിരിക്കാൻ പിശാച് ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ഡലം നിന്നെ ഉന്മാദത്തിലേക്ക് നയിപ്പിക്കുക എന്നതാ. അപ്പൊ പെന്തിക്കോസ്തിനകത്ത് വരുന്നവൻ ചാടി ചാടി നിൽക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് IPC ചാടണമെന്നല്ല, ഇവിടെ നിന്ന് AG പോകണമെന്നല്ല. നീ ഇങ്ങനെ കുതിച്ചു കുതിച്ചു നിൽക്കണം. പടയ്ക്ക് പടയ്ക്കൊരുക്കി നിൽക്കുന്ന കുതിരയെ കണ്ടിട്ടുണ്ടാ? നിങ്ങൾ കണ്ടിട്ടുണ്ടാ? ശംഖുമുഖത്ത് നിൽക്കുന്ന കുതിര സാവധാനത്തിൻ്റെ കുതിരയാ. അതിനറിയാൻ ലോക്കലിന് കയറാൻ എന്നെ ഇങ്ങനെ ചമച്ച് വെച്ചിരിക്കുക. പക്ഷെ മിലിറ്ററിക്കാരുടെ കയ്യിൽ കുതിരകളുണ്ട്. കുതിര ഹോഴ്സ് റൈഡേഴ്സിൻ്റെ കയ്യിൽ കുതിരയുണ്ട്. ഞാൻ ആ വീട്ടിലൊക്കെ പ്രാർത്ഥിക്കാൻ പോയിട്ടുണ്ട്. അങ്ങനെ ഉള്ളവരുടെ വീട്ടുകളിൽ ആ കുതിരയുടെ ശക്തി, ശൗര്യം, ആ ഗംഭീര്യം എന്ന് പറയുന്ന ഉടമസ്ഥൻ അല്ലാതെ ആർക്കും അതിനെ തൊടാൻ പറ്റില്ല. ഉടമസ്ഥ ഒരു ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ 8 അടി പൊക്കത്തിൽ തന്റെ കാലെടുത്തു വെച്ച് ശത്രുവിനെ ആഹ്വാനം ചെയ്യുന്ന കുതിരകളുണ്ട്. ഇന്ന് പകൽ പെന്തിക്കോസ്തിന്റെ മൂല്യത്തിൽ നിൽക്കുന്ന വയസ്സുള്ള ചായനോടും വയസ്സില്ലാത്ത അമ്മാമ്മയോടും ഓൾ ഏജ് മണ്ഡലത്തോടും ആത്മ പറയുന്നത്, പെന്തിക്കോസ്തിന്റെ തലം ഉറക്കത്തിന്റെ തലമല്ല, പെന്തിക്കോസ്തിന്റെ ഉന്മാദത്തിന്റെ സ്ഥലമല്ല. പടയുടെ ശബ്ദം കേൾക്കുമ്പോ ഹാ 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 എന്ന് ചിലയ്ക്കുന്ന പടക്കുതിരയുടെ ഒരുക്കം ഇതിനകത്തിരിക്കുന്നവർക്ക് വേണം. അങ്ങനെ ഉള്ളവർക്ക് ശത്രു കെട്ടുന്ന വേലികളെ മതിൽ ചാടി കടന്ന് അവന്റെ ആയുധപുരകളിൽ ചെന്ന് തീയിട്ട് മടങ്ങി വരും.
പറഞ്ഞ എൻ്റെ പേരും കൂടെ പറ. എങ്കിലേ തേങ്ങാക്കി പീരയിടും പോലെ സംഗതി വിജയിക്കൂ. ഭൂതമേ, നിന്റെ പേര് പറയാൻ ഇന്ന് രാത്രി ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. യേശുവിൻ്റെ രക്തത്തിൽ മറഞ്ഞിരിക്കുന്ന ജനത്തിനു വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന നിധികളെ ഇന്ന് രാത്രി ഇതിനകത്ത് പൊതിച്ചിടാനാണ് ദൈവം എന്നെ അയച്ചതെങ്കിൽ ഇന്ന് രാത്രി അതിനകത്ത് വെളിപ്പെടുന്ന വിടുതൽ കണ്ട് ഞങ്ങൾ ഇന്ന് രാത്രി മടങ്ങും. നിന്റെ പ്രസൻസ് ഇവിടെ വേണ്ട. അതാണ് പെന്തിക്കോസ്തു മാർഗം. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളോ അന്ധകാരത്തു നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ ഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി. ഒരു സ്വത്തോറൊക്കെ പറഞ്ഞാണ് എല്ലാം കൂടെ ചേർന്ന ഒരു ജാതി. ഇവിടെ പല ജാതികളാ വന്നിരിക്കണേ. TPM ദൈവ PMG സഭയ്ക്കകത്ത് കയറിയപ്പോ നമ്മളല്ല ഒരു ജാതി. നോ, ക്രിസ്തുവിൽ നാം ഒരു ദേഹമായി. ഒരു സ്വത്തോറൊക്കെ പറഞ്ഞാട്ട് പലരായിരുന്ന നന്മയെ ദൈവം ഒന്നിപ്പിച്ചു. ഈ ലോകത്തിന്റെ പ്രഭുവിന് അത് ഇഷ്ടമല്ല. ഈ ലോകത്തിന്റെ പ്രഭുവിന് നമ്മെ ചിഹ്നിപ്പിക്കുക, ചിതറിപ്പിക്കുക, ആലയത്തിനകത്ത് നടുതൂണുകളാക്കി നമ്മെ നിർത്താതിരിക്കുക. എന്നാൽ അവന്റെ കൊമ്പൊടിക്കുന്ന രാത്രിയാ ഇന്നത്തെ രാത്രി. അവന്റെ അടിത്തറകളെ കത്തിക്കുന്ന രാത്രിയാ ഇന്നത്തെ രാത്രി. വചനമിറങ്ങി ചെന്ന് ചില നൂലാമാലകളെ അല്ല, ചില ആയുധപ്പുരകളെ കത്തിക്കത്തക്കവണ്ണം നമ്മുടെ ശരീരത്തിനകത്ത് വ്യാപരിപ്പിക്കാൻ ദൈവം കരുതി വച്ചിരിക്കുന്ന ആത്മശക്തിയുടെ ഒരു ഒഴുക്ക് ഇന്ന് രാത്രി ഗ്രഹിക്കുന്ന ദൈവമക്കൾ സ്തോത്രത്തോടെ ഇരിക്കട്ടെ. ഹല്ലേലൂയ. പെന്തിക്കോസ്ത് മാർഗം നമ്മൾ പറയുന്ന മാർഗമല്ല. കർത്താവ് പറഞ്ഞു, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ, ആഗ്രഹമുണ്ടായാൽ എങ്ങനെ വരണം? തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ. ആ വാക്യം ശരിക്ക് എക്സ്പ്ലനേഷൻ ചെയ്താൽ ഒരൊറ്റ എണ്ണ പെന്തിക്കോസ്തി മാർഗത്തിൽ വരില്ല. ഒരുവൻ എൻ്റെ പിന്നാലെ വചനത്തിന്റെ ഗാംഭീര്യം നോക്കൂ. കർത്താവിന് അവിടെ 158 കോടി ഇന്ത്യ ജനത്തെ കൊണ്ടുപോകണമെന്ന് താല്പര്യമേ ഇല്ല. അയ്യോ, സ്തോത്രം പറഞ്ഞാട്ടെ. ഈ ലോകത്തിൽ എല്ലാ രാജ്യങ്ങളുടെ ജനസംഖ്യ എടുത്തു നോക്കിയാൽ എത്രയോ കോടി വരുമല്ലേ. അവരെ ഒന്നും കൊണ്ടുപോകണമെന്ന് ദൈവത്തിന് താല്പര്യമില്ല. പിന്നെ എന്താ താല്പര്യം? ഞാൻ ദൈവമാണെന്നും എന്നിൽ രക്ഷയുണ്ടെന്നും സർവ്വജാതികളും കേൾക്കണം. ഒരു സ്വത്തോറൊക്കെ പറഞ്ഞാട്ടെ. അങ്ങനല്ലേ മത്തായി 28:18-19 അവൻ യേശു അടുത്ത് ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ മതി സകല ജാതികളെയും സകല ജാതികളെ ശിഷ്യരാകോ? ഹലോ, ശിഷ്യരാവോ? ഓ, ഇങ്ങനെ പ്രസംഗിച്ചാൽ നിങ്ങൾ വെളുക്കുന്നവരെ ഇരുന്നാൽ സമയം പോലും അറിയില്ല. ശിഷ്യരാകോ? സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ. വിശ്വസിക്കുന്നവരെയാണ് ശിഷ്യരാക്കാൻ പറഞ്ഞേ. അല്ല ഓടിച്ചിട്ട് പിറകെ വാ തമ്പി, വാ ചേട്ടാ എന്ന് വിളിക്കാണില്ല. അവിടെയാണ് മതപരിവർത്തനമാകുന്നത്. ഒരു സ്വത്തോറൊക്കെ പറഞ്ഞാട്ട് ഈ വീട്ടിൽ നിന്ന് അനിയത്തി സരോജം ദൈവത്തെ ആരാധിക്കാൻ പോയാൽ ചേട്ടത്തി പാർവതിയെ വിളിക്കരുത്. അവളെ ഗതയ്ക്ക് പോട്ടെ. ഇത് സരോജിനി പോയിട്ട് പാർവതിയെ വിളിക്കുക. വടി, യേശു എന്നെ അനുഗ്രഹിച്ച കണ്ടോ? എൻ്റെ മൂത്ത മോൾ ലണ്ടനിൽ, എൻ്റെ ഇളയ മോൾ കാനഡയിൽ, എൻ്റെ ഇളയ മോൻ US കണ്ടോടി വാ. ഇത് 10 പ്രാവശ്യം കേൾക്കുമ്പോൾ അവളുടെ അകത്ത് ലൂസിഫർ പറയും, നീ കൂടെ ചെല്ലി. എന്നിട്ട് അവളുടെ മേൽ നിൽക്കുന്ന ശക്തിയും കൂടെ ഇങ്ങോട്ട് പിടിച്ചോണ്ട് പോവാ. വന്ന വെള്ളം നിന്ന വള്ളത്തെയും കൂടെ കൊണ്ടുപോയി എന്ന് പറഞ്ഞ നീ അത് പറയണ്ട.
ദൈവം നിന്റെ അനിയത്തി പാർവതിയെ കൊണ്ടുവരാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ ദൈവം കൊണ്ടുവരാൻ അതിന് വഴികൾ ഒരുക്കും. ഒരു സ്വത്ത് ഉറക്കെ പറഞ്ഞാട്ടെ. ചില പ്രാസംഗികന്മാർ പറയാണ്, ഇപ്പോൾ നിന്റെ കുടുംബത്തിൽ കുളമ്പ് പോലും ശേഷിക്കാതെ ഇപ്പോൾ ദൈവം പ്രവർത്തിക്കുന്നു. അതൊന്നും ഇളകി ആരും തുള്ളണ്ട. ദൈവം ആകർഷിക്കുന്ന ചിലരുണ്ട്. ഏതാ ഉദാഹരണം പറയാം, ഞാൻ വചനത്തിലേക്ക് വരിക. ഉദാഹരണം പറയാം, ലോത്തും അബ്രഹാമും ജഡരക്തങ്ങളായിരുന്നു. പൗലോസ് പറയുന്നു, എൻ്റെ പ്രിയ സഹോദരന്മാരെ, ഞാൻ നിങ്ങളൊരു മർമ്മം പറയാം. മാംസരക്തങ്ങൾക്ക് സ്വർഗരാജ്യം അവകാശമാക്കാൻ കഴിയുകയില്ല എന്നൊരു മർമ്മം ഞാൻ നിങ്ങളോട് പറയുന്നു. ജഡരക്തങ്ങൾക്ക് സ്വർഗരാജ്യം അവകാശമാക്കാൻ പറ്റില്ല. മച്ചമ്പി, അലിയൻ, നാത്തൂന് ഇവരൊക്കെ ചെന്ന് ഒരു കുടുംബത്തെ കൊണ്ടുവന്നാൽ അവകാശമാക്കാൻ പറ്റില്ലെന്നാണ് ഈ കാര്യം. ഇന്ന് പകൽ പെന്തിക്കോസ്തിന്റെ തനിമ എന്ന് പറയുന്നത് അവൻ ചത്ത് ജീവിക്കണം. ഒരു സ്വത്ത് ഉറക്കെ പറഞ്ഞാട്ടെ. ദൈവകൃപ ഉള്ളവന് രോഗത്തിന് സമൃദ്ധി അനുഭവിക്കുന്നവനാ. മനസ്സിലാകുന്നവർ സ്വത്രം പറ. രോഗത്തിന്റെ ലിസ്റ്റിലും ബുദ്ധിമുട്ടിന്റെ ആ പദ്ധതിയിലും ദൈവത്തെ ആരാധിക്കുന്നവൻ തളരുകയില്ല. അവൻ ദൈവത്തിന്റെ മുഖം നോക്കി നെറ്റി ചുളിക്കാൻ സമ്മതിക്കുകയില്ല. കാരണം എന്താ? അവനെ വിളിച്ചത് ഒരു റിലീജിയൻ അല്ല, ഒരു മത നേതാവല്ല. അവനെ വിളിച്ചത് ഉടയതമ്പുരാനായ കർത്താവാണെങ്കിൽ ആ വന്ന വ്യക്തിക്കറിയാം ഈ ദൈവനെ നടത്തുവാൻ ശക്തൻ. അബ്രഹാമും ലോത്തും രണ്ട് സംസ്കാരമാ. ഭക്തിയുടെ വേഷത്തിന്റെ സംസ്കാരമാണ് ലോത്തിന്റെ സംസ്കാരം. പക്ഷെ ഭക്തിയുടെ സംസ്കാരമാണ് അബ്രഹാമ്യ സംസ്കാരം. ശ്രദ്ധിക്കൂ, അബ്രഹാം ദൈവത്തിന്റെ വിളി കേട്ടിറങ്ങി. ഒരു ദിവസം അബ്രഹാം പാക്ക് ചെയ്യുന്നത് കണ്ടിട്ട് ലോത്ത് ചോദിച്ചു, അച്ചാച്ചാ ഇതെങ്ങോട്ടാ പോണേ? സഹോദര പുത്രനാണ് ആര്? ലോത്ത്. സഹോദര പുത്രൻ. അദ്ദേഹത്തിന്റെ അബ്രഹാമിന്റെ സഹോദര പുത്രൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെയോ അല്ലെങ്കിൽ അമ്മയുടെ അനിയത്തിയുടെ മകനോ എങ്ങനെയോ ആകാം. എന്തിനോ കസിൻ ബ്രദേഴ്സ് ആകാം. എന്തോ ആവട്ടെ, വിശദീകരിക്കാൻ സമയമില്ല. പുള്ളി ഒന്ന് ചോദിച്ചു, എങ്ങോട്ടാ ചിറ്റപ്പ പോകുന്നേ? ഉപ്പാപ്പൻ എങ്ങോട്ടാ പോണേ? പുള്ളി പറഞ്ഞു, ഞാനൊരു വെളിപ്പാട് കണ്ട് യാത്രയ്ക്ക് തയ്യാറെടുക്കുക, നീയും പോരുന്നോ? നമ്മളൊക്കെ മനസ്സോടല്ലല്ലോ വിളിക്കുന്നേ, നീ ഇന്ന് പള്ളി വരുന്നില്ലയോ? അപ്പം മോൾ പറയാം, മമ്മി പൊയ്ക്കോളൂ, ഞാൻ ഇത്തിരി ബിസിയില്ല. ഇച്ചിരി കനപ്പിച്ച് വിളിച്ചാൽ മോൻ വരും. അതുകൊണ്ട് കനപ്പിച്ചും ദേഷ്യപ്പെട്ടൊന്നും വിളിക്കാൻ നിൽക്കുകയല്ല, നമ്മൾ നൈസേഞ്ഞ് ഊരിപ്പോരും. ശ്രദ്ധിക്കുക. പുള്ളി പറഞ്ഞു, നീ വരുന്നോ? അപ്പോൾ പുള്ളി ചോദിച്ചു, എങ്ങോട്ടാ? കാണിപ്പാനിരിക്കുന്ന ദേശം. കാണിപ്പാനിരിക്കുന്ന ദേശം. പുള്ളിയുടെ ഡിക്ഷണറിയിൽ ഒരു പദം തെളിഞ്ഞു, എടാ കാണിപ്പാനിരിക്കുന്ന ദേശം. എടാ അതെങ്ങനെ ഉണ്ട്? ഒന്ന് കാണണം. ഒത്താൽ അവിടുത്തെ റെസിഡൻസി വാങ്ങണം. അങ്ങനെ വിളി കേട്ടവന്റെ പിന്നാലെ വിളി എന്തെന്നറിയാത്ത ലോത്തും ലോത്തിന്റെ ഭാര്യയും രണ്ട് പെൺമക്കളും മര്യാദയുള്ള കുടുംബമാ. അവന്റെ സർവ്വസമ്പത്തും കൂടി പുറപ്പെട്ടു. അങ്ങനെ വഴിയിൽ വെച്ച് ലോത്തും അബ്രഹാമിന്റെ ഇടയന്മാരും തമ്മിൽ ഇടഞ്ഞു. ഒരു സ്വത്തൊക്കെ പറഞ്ഞാട്ട്. അതുകൊണ്ട് അവനെ പെന്തിക്കോസ്ത് എല്ലാവർക്കും വന്ന് നിന്ന് വീശാനുള്ളൊരു ഇടമല്ല. ഒരു സ്വത്തൊക്കെ പറഞ്ഞ, കുഞ്ഞേ, നീ വിശ്വാസം സ്വീകരിക്കുമ്പോൾ നിന്റെ വീട്ടിൽ നിന്ന് ആട്ടി ഇറക്കപ്പെടുമെന്ന് ആരാ നിന്നോട് പറഞ്ഞിട്ടുള്ളത്? എല്ലാവരും പറയും, യേശു ചേർത്ത് പിടിക്കും, യേശു നിന്നെ സ്നേഹിക്കും, നീ ഇറങ്ങിപ്പോര്. പ്രാസംഗികൻ കാണില്ല, പ്രവാചകൻ കാണില്ല. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെന്ന് യേശു പഠിപ്പിച്ചെങ്കിൽ ഞാൻ കഴിഞ്ഞ പകലിൽ പറഞ്ഞില്ലേ, യേശു പോവാത്ത ഒരു വഴിയിലൂടെയും നിന്നെ എന്നെയും കടത്തിവിടില്ല. വിശ്വസിക്കുക. ഞാൻ ഇന്ന് രാത്രിയും വിശ്വസിക്കുന്നു അങ്ങനെയാ. എൻ്റെ യേശു പോവാത്ത ഒരു മേഖലയിലൂടെ എന്നെ കടത്തിവിടുന്നവനല്ല. സഹിക്കാൻ കഴിയുന്നതിന് മീതെ ഒരു പരീക്ഷയും തരുന്നവനല്ല എൻ്റെ ദൈവം. ഇന്ന് രാത്രി ആ വചനത്തിൽ വിശ്വസിക്കുന്നവർ അവരുടെ ശരീരങ്ങളെ കൊടുത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കണമേ. ഒരാളിൻ്റെ കൂടെ ഒരാൾ ഇറങ്ങി. വഴിയിൽ വെച്ച് ലോത്ത് വഴി പിരിഞ്ഞു. ലോത്തിന്റെ ഭാര്യ ഉപ്പത്തൂണായി. അതാണ് പറഞ്ഞത് ലോത്തിന്റെ സംസ്കാരം.
തിരിഞ്ഞു നോക്കുന്ന കപടഭക്തിയുടെ സംസ്കാരം, അനാത്മികതയുടെ സംസ്കാരം. എന്നാൽ മരുഭൂമിയെ ലക്ഷ്യം വെച്ച് ഓടുന്ന ഒരു മനുഷ്യൻ സകലതും ധരിച്ചോടുകയാ, സകലതും വിട്ടിട്ടോടുകയാ. അതാണ് യേശു പറഞ്ഞത്, എന്റെ പിന്നാലെ ഒരുവൻ വരാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ധരിച്ച്. കുഞ്ഞേ, നിന്റെ ഭർത്താവ് വിശ്വാസത്തിനെതിരെങ്കിൽ അവനെ ഡിവോഴ്സ് ചെയ്യണമെന്നല്ല. ഭാര്യയെ, നിന്റെ ഭർത്താവ് നിന്റെ വിശ്വാസത്തിനെതിരെങ്കിൽ അവനെ ഡിവോഴ്സ് ചെയ്യണമെന്നുമല്ല. കുഞ്ഞേ, നിന്റെ വിശ്വാസത്തിന് മാതാപിതാക്കൾ എതിരാണെങ്കിൽ ഒരു റൂം വാടകയ്ക്കെടുത്ത് ഒറ്റയ്ക്ക് താമസിക്കണമെന്നല്ല എൻ്റെ അർത്ഥം. അവയെ ത്യജിക്കണം, അവയെ മറക്കണം. ആ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ നീ ദൈവത്തെ ആരാധിക്കണം. ആ കുടുംബ ജീവിതത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ നീ ദൈവത്തിന് മഹത്വം കൊടുക്കണം. അതാണ് ദൈവത്തെ അറിയുന്നവനും അറിയാത്തവനും തമ്മിലുള്ള വ്യത്യാസം. എന്തെന്ന് നിന്റെ സ്പിരിച്വാലിറ്റി കൊണ്ട് നിന്റെ ഭർത്താവ് കാണണം, നിന്റെ ഭാര്യ കാണണം, നിന്റെ അമ്മയപ്പന്മാർ കാണണം, നിന്റെ മാതാപിതാക്കൾ കാണണം. അതാണ് പെന്തിക്കോസ്തലിസം. ഹല്ലേലൂയ പറ. ചില വിശ്വാസത്തിലോട്ട് വന്ന് ഭർത്താവിനോട് മിണ്ടത്തില്ല, ഭർത്താവിനെ ആട്ടിപ്പായിക്കുക, ഇറങ്ങിപ്പോടാ, എൻ്റെ കൂടെ ജീവിക്കണോ, പള്ളി വരണം. നോ, അതല്ല ഇതിൻ്റെ അർത്ഥം. തന്നെത്താൻ ത്യജിക്കണം. ഭർത്താവ് നിനക്ക് ചിലവിന് കാശ് തന്നില്ലെങ്കിലും സാരമില്ല, എൻ്റെ ഭർത്താവിനോടുകൂടെ സഹവസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ ഉയർത്തും. അങ്ങനെയുള്ള ഒത്തിരി കുടുംബങ്ങൾ എൻ്റെ സഭയ്ക്കകത്തുണ്ട്. ചിലരൊക്കെ മടങ്ങി വരുന്നുണ്ട് എന്നറിയുന്ന സന്തോഷം എനിക്കുണ്ട്. ഒരു എക്സ്പെരിമെന്റിൽ നിന്ന് പ്രസംഗിക്കണേ, ഒരു തിയറിയിൽ നിന്നല്ല, ഒരു പ്രാക്ടിക്കൽ സെക്ഷനിലാണ് നിൽക്കുന്നേ. ആർക്കും ആരെയും തള്ളിക്കളയാൻ അനുവാദമില്ല. പൗലോസ് പറയുന്ന ഒരു പദമുണ്ട്, വിശ്വാസിയായ ഒരു ഭാര്യയ്ക്ക് അവിശ്വാസിയായ ഒരു ഭർത്താവ് ഉണ്ടെന്ന് ഇരിക്കട്ടെ. ഉണ്ടെന്ന് ഇരിക്കട്ടെ. അതിൻ്റെ ശാസ്ത്രീയ വശം പഠിക്കാൻ പോയാൽ അത് ഭയങ്കര രസമാണ്. വിശ്വാസിക്ക് അവിശ്വാസി വരും, അതൊരു വലിയ സബ്ജക്റ്റാണ്. സ്വത്രം പറ. പാസ്റ്റർക്ക് എങ്ങനെ അവിശ്വാസിയായ ഭാര്യ വരും? നിങ്ങളിവിടെ ഉണ്ടാ? നിങ്ങളിവിടെ ഉണ്ടാ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന പെണ്ണിന് എങ്ങനെ ഹിന്ദു ചെറുക്കം വരും? അതാണ് എൻ്റെ മീനിങ്. സാഹചര്യം വിശദീകരിക്കാൻ പോയാൽ ഇച്ചിരി സമയം എടുക്കുക. എൻ്റെ സമയം പിശാച് കവർന്നു കൊണ്ടുപോകും. അതുകൊണ്ട് പറയാം, നിങ്ങൾ അവിശ്വാസിയായ ഒരു ഭർത്താവ് നിനക്കുണ്ടെന്നിരിക്കട്ടെ, അതിൻ്റെ ഉദ്ദേശം എന്നാ? ഒളിച്ചോടിപ്പോയ ധാരാളം കുടുംബങ്ങൾ ഇന്ന് പള്ളികൾക്കകത്തുണ്ട്. ഒളിച്ചോടിപ്പോയ പെന്തിക്കോസുകാരൻ CSC-കാരിയെ കല്യാണം കഴിച്ചല്ല, ഒളിച്ചോടിപ്പോയി. പെന്തിക്കോസിൽ നിൽക്കുന്നവൻ ഹൈന്ദവ സഹോദരിയോട് ഒളിച്ചോടിപ്പോയി. അതാണ് അവിടെ മീൻ ചെയ്യുന്നത്. വിശ്വാസിയായ നിനക്ക് അവിശ്വാസിയായ ഭാര്യ ഭർത്താവ് ഉണ്ടെന്നിരിക്കട്ടെ. അവനെ നീ അകറ്റണ്ട, അവളെ നീ അകറ്റണ്ട. നീ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ പാപം ചെയ്തെന്നിരിക്കുക. ദൈവം ഒരുപക്ഷെ ബാലശിക്ഷയിലൂടെ നിന്നെ മടക്കി പിടിക്കുവാനായിരിക്കും ആ ഉപദേശം ആ സഭയ്ക്കകത്ത് വെച്ചത്. എന്നിട്ട് പറഞ്ഞു, നീ അവന്റെ കൂടെ പാർക്കണം. നിന്റെ വിശ്വാസം കണ്ടിട്ട്, നിന്റെ പ്രവൃത്തി കണ്ടിട്ട്, നിന്റെ വിശുദ്ധ ശൈലി കണ്ടിട്ട് അവൻ നിന്റെ കൂടെ ചേർന്നു വരുവാനിടയാകും. അതാണ് പെന്തിക്കോസ്തിന്റെ ലൈഫ്. തിരിച്ചും അങ്ങനെയാ. ഞാൻ പദം വിടുകയാ. പെന്തിക്കോസ്തിനകത്ത് അവൻ തിളയ്ക്കുന്ന എണ്ണ പോലെ നിൽക്കാൻ ദൈവമക്കൾ തയ്യാറാകണം. ഇതിനകത്ത് റെസ്റ്റിംഗ് ടൈമില്ല. വേദപുസ്തകം പറയുന്ന ഒരു പദമുണ്ട്, പിശാച് ത്തിൽ കടന്നു വരുന്നയാളാ. പിശാചിന് ഇടം കൊടുക്കരുത്. അപ്പൊ ദൈവത്തിന്റെ വചനം വീടുകൾക്കകത്ത് വെളിപ്പെടണം. ദൈവത്തിന്റെ വചനം തലമുറകൾ വെളിപ്പെടണം. വെളിപ്പെടേണ്ട നിലവാരത്തിൽ, അതിന്റെ ചൂടിൽ, അതിന്റെ പരമാധികാരത്തോടെ വെളിപ്പെടണം. എങ്കിലേ തലമുറ വഷളാകാതിരിക്കൂ. ഏലിയുടെ 2 മക്കളും വഷളായി പോയി. 2 ഭാര്യമാരുണ്ട്, 2 മരുമക്കളുണ്ട്. അവർ ഇത് കണ്ടിട്ട് വിഷമിച്ചിട്ടും ഒരു നീതി കുടുംബത്തിൽ വരാനൊത്തില്ല. അങ്ങനെയാണ് ഈ വചനത്തിന്റെ ശക്തിയെടുത്ത് ദൈവം പാലുകൂടി മാറി വന്ന ശമൂവേലിന്റെ ആദരത്തിൽ കൊടുത്തത്. ഉറക്കെ പറ. 98 വയസ്സുള്ള ഏലി വെറും പാലുകൂടി മാറി ചെന്ന ചെറുക്കന്റെ മുമ്പിൽ മുട്ടേലി നിൽക്കുകയാണ്.
ഒന്ന് ഭാവനയിൽ കണ്ടു നോക്കൂ. രക്തം ജയം. ഞങ്ങളൊക്കെ ഭാവനയിൽ കണ്ടിട്ട് ആ വചനത്തെ ഏറ്റെടുക്കുന്നവരാ. 98 വയസ്സുള്ള ഏലി പണ്ട് പാലുകുടി മാറുന്ന, ഞങ്ങളുടെയൊക്കെ പ്രായം പാലുകുടി മാറുന്നത് 4 വയസ്സൊക്കെയാ. ഇന്ന് 4 ആഴ്ച കഴിഞ്ഞാൽ ഉടൻ കലക്കി കൊടുക്കും. പറഞ്ഞാട്ടെ, സെറിലാക്ക് ഫസ്റ്റ് സ്റ്റേജ്, സെറിലാക്ക് സെക്കൻഡ് സ്റ്റേജ്, സെറിലാക്ക് തേർഡ് സ്റ്റേജ്. 6 മാസം കഴിയുമ്പോൾ മിന്മായുടെ പാല് കലക്കി കൊടുക്കുക. പിള്ളേർ ഇങ്ങനെ നിൽക്കാൻ കാരണം അതാണ്. മൃഗത്തിൻ്റെ സ്വഭാവം. എന്താണ് നിനക്ക് മൃഗ സ്വഭാവം? കുടിച്ച പാല് അങ്ങനെയുള്ള മൃഗത്തിൻ്റെതാ. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് രാത്രി ആ വചനത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരികയാ. ഇത് മടിയിൽ കിടത്തി നിന്റെ ദൈവമായ യഹോവ ഏകനാകുന്നു എന്ന് പറഞ്ഞ് മോശയുടെ കണ്ണിലേക്ക് നോക്കി അവൻ മുലപ്പാല് കൊടുക്കുന്ന ഒരമ്മയെ കണ്ടിട്ടുണ്ടോ? അവൾ ഇങ്ങനെ താരാട്ടുപാടുന്നത് ഫറവോന്റെ പുത്രിയുടെ ശമ്പളം വാങ്ങിച്ചെങ്കിലാണെങ്കിലും അവളുടെ ഉള്ളിനകത്ത് കിടന്ന ദൈവകൃപയുടെ തീക്കണൽ, ഓ ശബ്ദമന രഹസ്യ അൽക്കമന്തുരമാനകസി 4 മാസത്തിലേക്ക് കടക്കുന്ന മോശയുടെ കണ്ണെ നോക്കി അവന്റെ ചെവി കേൾക്കെ വിളിച്ചു പറയുന്നു, നിന്റെ ദൈവമായ യഹോവ ഏകൻ, ഏകൻ. അവനെ പോലൊരു ദൈവം ഉലകത്തിലല്ല, അവനല്ലാതൊരു ദൈവമില്ല. ഹല്ലേലൂയ. സ്വതറക പറ. 40 വർഷം മിസ്രയീമിന്റെ ഇരുമ്പുലക്കകത്ത്, ആഭിചാരത്തിന്റെ കളത്തിനകത്ത്. വേദപുസ്തകം പറയുന്ന പദം ശ്രദ്ധിക്കണം. മോശ എല്ലാ ആഭിചാരകന്മാരിലും, എല്ലാ ശൂദ്രക്കാരിലും എല്ലാ യോഗ്യതയും പ്രാപിച്ചാണ് അവൻ മിസ്രയീം എന്ന പട്ടണം വിടുന്നത്. മനസ്സിലാകുന്നവർ സ്വതന്ത്രം പറ. ഭൂതത്തിന്റെ, നമ്മുടെ ബൈബിൾ കോളേജിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഡ്യൂമനോളജിയിൽ PhD എടുത്താണ് മോശ മിസ്രയീം എന്ന പട്ടണം വിടുന്നത്. സ്തോത്രം പറഞ്ഞാട്ട്. എന്തിന്? നാളെ ഈ ജനത്തിനെതിരെ വരുന്ന ഡ്യൂമൻ സ്പിരിറ്റുകളെ വഴിയിൽ വെച്ച് ബ്ലോക്ക് ചെയ്യാൻ മോശയെ ദൈവം അഭ്യസിപ്പിച്ചത് മിസ്രയീമ്യ പാളയത്തിനകത്ത് പറ്റിതര നാമധേയ ക്രൈസ്തവ ധാരകളിൽ നിന്ന് പെന്തിക്കോസ്തിലോട്ട് വന്ന നിന്നെ ദൈവം വെറുതെ ഇറക്കിയതല്ല. പുണ്യവാളന്റെ ശക്തിയെ വെട്ടാൻ, മറിയയുടെ കെട്ടിനെ വെട്ടാൻ, വശീകരിക്കുന്ന വേശ്യ പോരുകളെ വെട്ടാൻ, നിന്നെ പരീക്ഷിച്ച് തെളിയിപ്പിച്ച് ദൈവകൃപയുടെ ഉയർത്തില്ലത്തിന് നേർത്തി ഇതിനകത്ത് കൊണ്ടുവന്നത് എന്തിനെന്നറിയാമോ? തലമുറയ്ക്ക് നേരെ കയറി വരുന്ന ദുരാലോചനകളെ വെട്ടാൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പെന്തിക്കോസിന് തനതായ പാരമ്പര്യമുണ്ട് ദൈവമക്കളെ. നിങ്ങൾ വിചാരിക്കുന്ന ഒരു പെന്തിക്കോസ് അല്ല ഇത്. ഇതിനകത്ത് ആയുധമേന്തി 24 മണിക്കൂറും നിൽക്കണം. ശ്രദ്ധിക്കുക, മോശ അങ്ങനെയാണ് മിസ്രയീമിൽ വളർന്നത്. മോശയെ സമയമായപ്പോൾ ദൈവമെടുത്ത് പുറത്തിട്ടു. ഒരു പാമ്പുകൾക്കും അവന് നേരെ നിൽക്കാൻ കഴിഞ്ഞില്ല, ഒരു ദുരാത്മാവിനും അവനെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ല, മരുഭൂമിയിലെ അഗ്നി സർപ്പങ്ങൾക്ക് അവനെ തൊടാൻ കഴിഞ്ഞില്ല. കാരണം അവന്റെ മേൽ തളിക്കപ്പെട്ട യേശുവിന്റെ രക്തം അവൻ കുഞ്ഞാടിന്റെ വേഷത്തിൽ കിടക്കുകയാ. ഇന്ന് രാത്രി നിന്നെ തൊടാതിരിക്കുന്നതിന്റെ കാരണം എന്നാണെന്നറിയാമോ? യേശുവിന്റെ നിയമരക്തം നിന്റെ മേൽ തളിക്കപ്പെട്ടിരിക്കുകയോ. രക്തം ചെയ്യാം. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടിരിക്കണം. ഞാൻ സമയത്തിന് നിർത്തും. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, എനിക്കാണെങ്കിൽ ഈ വചനം ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങിയതിന് പിരിവുകളും തിരിവുകളൊക്കെ പറഞ്ഞാലും കൊതി തീരില്ല. അവിടെയാണ് വിടുതൽ വ്യാപരിക്കുന്നത്. ഹാലി ഇളക്കപ്പെരുക്കത്തിനെ ശ്രദ്ധിക്കൂ. മോശയെ ദൈവം അങ്ങനെ പുറത്തെടുത്തു, മോശയെ ഉപയോഗിച്ചു. ഇവിടെ ഏലിയുടെ മുമ്പിൽ വളരുന്നൊരു മനുഷ്യൻ, ഒരു കുഞ്ഞ് 4 വയസ്സ്. ഞാനൊക്കെ അമ്മയുടെ മടിയിൽ 4 വയസ്സ് വരെ പാല് കുടിച്ചു വളർന്നു എന്ന അമ്മ പറയണേ. കാലങ്ങ് കിടക്കുക, തല അമ്മയുടെ മടിയിലും. എന്തിനാ അതുകൊണ്ട് അതിൻ്റെ ഉഷരുണ്ട് കേട്ടോ, അതിൻ്റെ ബോഡി ഉണ്ട്, എനിക്ക് അതിൻ്റെ അസ്ഥി പവറുണ്ട്. സ്തോത്രം. എൻ്റെ മമ്മി ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. 78 വയസ്സുള്ളവളായി. 68 ക്യാൻസർ തട്ടിക്കൊണ്ടുപോകാൻ കാത്തിരുന്നപ്പോൾ ഒരൊറ്റ പ്രാർത്ഥനയിൽ സകല രോഗാണുക്കളെയും കത്തിച്ചു കളഞ്ഞ
ദൈവശക്തി ചുമക്കുന്ന എൻ്റെ മാതാവ് ഇന്നും എൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കൂടെ കൂടെ പുറത്തു തട്ടിയിട്ട് പറയും, നീ കുടിച്ച പാലിന്റെ ശക്തി മാനുഷികമല്ല. ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങി തിരിച്ചപ്പോ എൻ്റെ അകത്തു വ്യാപരിച്ച ദൈവശക്തിയാ നീ ഊറ്റി അകത്താക്കിയത്. എന്റെ മകൻ അങ്ങനെ പറയാൻ കെൽപ്പുള്ള മാതാക്കൾ എത്ര പേരിനകത്തിരിപ്പുണ്ട്. ഇന്ന് മൃഗത്തിൻ്റെ പാല് കൊടുത്ത് കൊടുത്ത് പിള്ളേരെ മൃഗത്തേക്കാൾ അപ്പുറമായി വളർത്തുക. ചോക്ലേറ്റ് കഴിക്കാതെ പിള്ളേർ ഉറങ്ങില്ല. അതുകൊണ്ട് പിള്ളേർക്ക് ചങ്ങലയിട്ടാലും പിള്ളേർ നിയന്ത്രിക്കപ്പെടുന്നില്ല. പിള്ളേരെ കുറിച്ച് മാതാപിതാക്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നാണാവോ ഇവൻ്റെ കല്യാണം കാണുക. വെറും 5 വയസ്സേ ഉള്ളൂ. കൊച്ചിനെ പിടിച്ചു നിർത്തിയിട്ട് പറയാം, മക്കളെ നീ എന്നാടാ ഇനി പെണ്ണ് കെട്ടി കാണുക. കൊച്ചു മോളോട് പറയും, എന്നാ നിന്റെ കല്യാണം കാണുക. അപ്പൻ്റെ അമ്മയുടെയൊക്കെ ആഗ്രഹം നമ്മളെക്കാളും വലിപ്പത്തിൽ അവരെ വളർത്തണം. അതുകൊണ്ട് 14 വയസ്സാകുമ്പോൾ കല്യാണത്തിൻ്റെ പ്രപ്പോസൽ വരിക, മോക്ക് ഇവിടുണ്ടോ ഒരു സൈക്കോ പ്രോബ്ലമാണിത്. ഹാലലി ഉറക്കെ പറഞ്ഞാട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം നമ്മൾ ബോൺവിറ്റ് എല്ലാം വാങ്ങിച്ചു കൊടുത്തോ. അമ്മയേത് മോളേതെന്നറിയില്ല. ശ്രദ്ധിക്കണേ, അത് വസ്ത്രത്തിലും അറിയില്ല, ശരീരത്തിലും അറിയില്ല. ഇതെന്തിൻ്റെ അപകടമാണെന്ന് പറയാൻ പോവാ. സ്വത്തോറൊക്കെ പറഞ്ഞോ, എല്ലാം ഇതിനകത്ത് വെളിപ്പെടും. ഈ വചനത്തിനകത്തെല്ലാം വെളിപ്പെടും. പാലുകുടി മാറി ചെല്ലുന്ന ശമൂവേല്, നല്ല മീശയും താടിയും വെച്ച ഒസ്ഫീനയും ഫിനെഹാസ്, ഏത് സമയവും പ്രാർത്ഥനയിൽ നിരതനായി ആത്മീയത അഭിനയിക്കുന്ന ദർശനമറ്റുപോയ ഏലി. ഇവരിൽ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാമായിരുന്നു ശമൂവേലിന്, ഒരാളിനെ ഇമിറ്റേറ്റ് ചെയ്യാമായിരുന്നു. മുല്ലപ്പൂമ്പിടി എറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം എന്ന് പറയും പോലെ അവന് ഇതിൽ ഏതെങ്കിലും ഒന്നിനെ ഇമിറ്റേറ്റ് ചെയ്യാമായിരുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? സ്വതം പറഞ്ഞാട്ട് എൻ്റെ ഇതേ സ്പിരിറ്റാണ് എൻ്റെ ഇളയ മകൻ. അവൻ പവർ വിഷനിൽ പാടുന്ന മോന. അവൻ ഈ കണ്ട സ്ഥലങ്ങളിലെല്ലാം പോയി ശുശ്രൂഷയ്ക്ക് വലിയ കൈത്താങ്ങൾ കൊടുക്കുന്ന ഒരു കുഞ്ഞ. അവൻ എന്നെക്കാൾ ശബ്ദത്തിൽ പാടും, എന്നെക്കാൾ ശബ്ദത്തിൽ പ്രസംഗിക്കും, എന്നെക്കാൾ ശബ്ദത്തിൽ യുവജനങ്ങളെ നയിക്കും. എന്താ കാര്യം? അപ്പൻ ഇങ്ങനെയാണെങ്കിൽ മോൻ എങ്ങനെ എന്നൊരു ചോദ്യമാ. ഇന്ന് രാത്രി എന്തുകൊണ്ട് മുല്ലപ്പൂമ്പൊടി എട്ടുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം. അവൻ കണ്ടും അവൻ കേട്ടും അവൻ രുചിച്ചും അവൻ അനുഭവിച്ചതും ഈ അപ്പന്റെ ശബ്ദം, ഈ അപ്പന്റെ നിയമം, ഈ അപ്പന്റെ ഉപദേശം, ഈ അപ്പന്റെ ശക്തി, ഈ അപ്പന്റെ പിടിവാശി, ഇതാണ് അവനെ ആത്മീകത്തിൽ നിർത്തിയതെങ്കിൽ ആ വീട്ടിൽ കൊടും പാപം, ആ വീട്ടിൽ പാപം ചെയ്ത സ്വാതന്ത്ര്യം ഉണ്ടായിട്ടോ. ഇനി നിങ്ങളുടെ ഭാഷയിൽ ഇതുകൂടെ എക്സ്പ്ലനേഷൻ ചെയ്യാം, എങ്കിലല്ലേ നിങ്ങൾക്ക് ഇച്ചിക്കൂടെ ഉണർന്നിരിക്കാൻ പറ്റൂ. പാസ്റ്റർക്ക് ഭയങ്കര സങ്കടമുണ്ട് എനിക്ക് സമയം തരാൻ നിങ്ങൾ അനുവദിക്കാത്തതിൽ. സ്വത്തോറൊക്കെ പറഞ്ഞാട്ടെ, അദ്ദേഹം തരാൻ തയ്യാറാൻ നിങ്ങൾ അനുവദിക്കുക. നിങ്ങൾ കുഴഞ്ഞു വീണുപോയാ വലിയ പാടെന്നാ. പാസ്റ്റർ 9 മണി വരെ പോയാലും ആരും ഇവിടെ നിന്ന് എണീക്കരുത്, നിങ്ങൾ എഴുന്നേക്കാൻ സമ്മതിക്കില്ല. ഉറക്കെ പറഞ്ഞാൽ ശ്രദ്ധിക്കൂ. മുല്ലപ്പൂമ്പിടി എട്ടുകിടക്ക് കല്ലിനുമുണ്ട് സൗരഭ്യം. നിങ്ങളുടെ മകൾ ഇവിടെ നിന്ന് BSc നഴ്സിംഗ് പഠിക്കാൻ ബാംഗ്ലൂരിലേക്ക് പോയെന്നിരിക്കട്ടെ. ഈ വചനത്തെ എക്സ്പ്ലനേഷൻ ചെയ്യാൻ പോകണം. ഞാൻ വരുന്നുണ്ട്. എനിക്ക് ഒരു പക്ഷേ ഇതായിരിക്കില്ല ദൈവം തന്ന ദൂത്, അതായിരിക്കും. ശ്രദ്ധിച്ചോ, ഞങ്ങൾ കുറിച്ച് വെച്ച് പ്രസംഗിക്കുന്നവരല്ല. ഇവിടെ നിന്ന് പോയപ്പോൾ നല്ല ലൂസ് ചുരിദാറ്. ഹലോ, ലൂസ് ഇതൊന്നും പറയണത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലെന്നറിയാം, വേണ്ട. ഞാൻ ഈ വചനത്തെ എക്സ്പ്ലനേഷൻ ചെയ്യാം. നമ്മൾ പോകുന്ന സ്ഥലത്ത് ഒറ്റിപ്പിടിച്ച ഡ്രസ്സാണ് ഇടുന്നത്. ഹലോ, ഞാൻ ഓൾ വേൾഡ് സഞ്ചരിക്കുന്ന ഒരു ചെറിയ ഭാഷ. ഞാൻ എന്നെക്കുറിച്ച് പറയും, ഞാനൊരു മുങ്ങിക്കപ്പല. എന്നെ അധികം ആൾക്കാർക്ക് പരസ്യമായി അറിയില്ല, പക്ഷെ ഞാൻ മിക്ക രാജ്യങ്ങളിലും പോവാറുണ്ട്. ഞാൻ മിക്ക സംസ്കാരങ്ങളുടെ ഇടയിലും ജീവിക്കുന്നയാളാ. ഞാൻ അവിടെ പോയാൽ അവിടുത്തെ കൾച്ചർ നോക്കും, ആത്മീകത എന്തെന്ന് ഞാൻ പഠിക്കും, എന്നിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കും. സ്വതന്ത്രമൊക്കെ പറഞ്ഞാട്ടെ. ശ്രദ്ധിക്കുക, കേരളത്തിനകത്ത് ജീവിക്കുന്ന നമ്മൾ കർണാടകയിൽ ഉൾപ്പെട്ട ബാംഗ്ലൂരിൽ BSc നഴ്സിങ്ങിനോ ഒരു എഞ്ചിനീയറിംഗ് പഠിക്കാനോ പോയെന്നിരിക്കട്ടെ. ഇവിടെ നിന്ന് പോകുമ്പോൾ ലൂസ് ചുരിദാർ, ലൂസ് ഷർട്ട്, ലൂസ് പാൻറ്, തിരിച്ചു വരുമ്പോ മുട്ടിന് മുകളിൽ നിൽക്കുന്ന ഒരു ഡ്രസ്സ്. നമ്മൾ അതിന് പറയുന്ന പേര് അവിടുത്തെ കൾച്ചറലിസം, അവിടുത്തെ രീതിയത. ഇന്ന് രാത്രി അങ്ങനെ ശമൂവേലിൽ തോന്നിയിരുന്നെങ്കിൽ ഈ ശമൂവേലിന്റെ 1-ാം പുസ്തകം 2-ാം പുസ്തകം ഉണ്ടാകില്ലായിരുന്നു. ലോകം പോകുന്നതിന്
അനുസരിച്ച് പോവാനല്ല നിന്നെ പെന്തിക്കോസ്തിനകത്ത് വിളിച്ചത്, അതിന്റെ ഒഴുക്കിനെ മുറിച്ചു പോവാൻ. അതാ പറഞ്ഞ നിങ്ങൾക്ക് ഇതിനകത്ത് നിൽക്കാൻ ഭയങ്കര ടഫാണെന്ന്. തമ്പുരാനെ പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷം കാനഡയിൽ പോയി. എൻ്റെ മോനാ എന്നെ കൊണ്ടുപോയി. എൻ്റെ മോൻ അവിടെ കൊണ്ടുപോയിട്ട് പപ്പ എന്നോട് പറഞ്ഞു, പപ്പച്ചി ഒരു കാരണവശാലും ഉപദേശത്തിന് ഒരു കുറവ് ഇവിടെ വരുത്തരുത്. പപ്പയ്ക്ക് ഇവിടെ $1 തരാമെന്ന് പറഞ്ഞല്ല ഞാൻ കൊണ്ടുവന്നത്. പപ്പ ഐശ്വര്യമായി വചനം സംസാരിക്കണം, ഇവിടെയും വിശുദ്ധിയുടെ പ്രമാണം പപ്പ സ്ഥാപിക്കണം. ഞാൻ ചെന്നു ഇഷ്ടം പോലെ മീറ്റിംഗ് വന്ന ചായന്മാരെ, പക്ഷേ ഒരു മെസ്സേജ് കഴിഞ്ഞപ്പോൾ സകല മീറ്റിങ്ങും ബ്ലോക്കായി. അവർ പറഞ്ഞു ഈ മെസ്സേജ് ഈ രാജ്യത്ത് ചേർന്നതല്ല. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, ഇവിടുത്തെ കാളയെ കണ്ടിട്ടുണ്ടോ? ഇവിടുത്തെ കാളയ്ക്ക് 4 കാലാണ്. നിങ്ങൾ സൗദി അറേബ്യയുടെ കാളയെ കണ്ടിട്ടുണ്ടോ? ഞാൻ ഒരു 9 പ്രാവശ്യം ഒന്നിടവിടാതെ സൗദിയിൽ പോയി പ്രസംഗിക്കുന്നയാളാ. ഇപ്പോൾ 2-3 വർഷം കൊണ്ട് എനിക്ക് പോകാൻ കഴിയുന്നില്ല. എൻ്റെ സംഘടന ഒരു വർഷത്തിലൊരു ലീവേ തരുള്ളൂ, അതുകൊണ്ട് പോകാൻ കഴിയുന്നില്ല. ഇഷ്ടംപോലെ ശുശ്രൂഷയുടെ സാഹചര്യം രാജ്യത്തുണ്ട്. ഞാൻ അവിടുത്തെ കാളയെ കണ്ടിട്ടുണ്ട്. ഇവിടുത്തെ കാളയുടെ അതേ കാലാണ്, അതേ വാലാണ്, അതേ കൊമ്പാണ്. അവിടുത്തെ പശുവിനെ ഇവിടുത്തെ പശുവിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരേ പശു അമ്മാമ്മേ, ഒരേ നിറമാണ്, പാലിന് കളറിന് വ്യത്യാസമുണ്ട്. മാ എന്ന് വിളിക്കുന്നത് ഓ എന്ന് വിളിക്കാറില്ല, അതേ വർത്തമാനമാണ്. ഇവിടുത്തെ കോഴി അവിടെയും ഞാൻ കണ്ടിട്ടുണ്ട്. കൊക്കരോക്കോ, അതിടുന്ന മുട്ടയും വെളുപ്പാണ്. ഇവിടുത്തെ കോഴിയുടെയും കൊക്കരോക്കോ വെളുപ്പ്. വിളിയ ഒന്നാണ്, മുട്ടയും ഒന്നാണ്. ഇവിടുത്തെ ഞാൻ കാനഡയിൽ ചെന്നപ്പോ ഇവിടുത്തെ കാക്കയെ അവിടെ കണ്ടു. എന്താ പൊന്നേ, എന്തൊരു കാക്ക എന്നറിയാമോ? -30 ഡിഗ്രിയിലും പറന്ന് നടക്കുന്ന കാക്ക, ഏത് പ്രതികൂല കാലാവസ്ഥയും അതിജീവിക്കുന്ന കാക്ക. മഞ്ഞിൽ പുതഞ്ഞിരുന്ന് രാവിലെ എഴുന്നേറ്റ് പോകുന്ന കാക്ക, അത് കാക്ക ഇവിടത്തെയും കാക്കയാ. പക്ഷേ പേഴ്സണാലിറ്റിക്ക് വ്യത്യാസമുണ്ട്, ശബ്ദത്തിന് വ്യത്യാസമില്ല. അതുകൊണ്ടാണ് കാക്ക എന്നവരവിടെ വിളിക്കുന്നത്. ശ്രദ്ധിക്കുക, ജീവജാലങ്ങൾക്കെല്ലാം എല്ലായിടത്തും ഒരേ നിറവും ഒരേ ഗുണവും മണമെങ്കിൽ കേരളത്തിൽ നിന്ന് ഒരു രാജ്യത്തേക്ക് കുടിയേറുന്ന ദൈവത്തിന്റെ പൈതലേ, നിനക്ക് മാത്രം എന്താ വ്യത്യാസം? അത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തേ വ്യത്യാസം? അവിടുത്തെ സായിപ്പന്മാര് ഇത്തിരി വെയിൽ കിട്ടാൻ വേണ്ടിയാണ് ശരീരത്തിൽ അല്പവസ്ത്രം ധരിക്കുന്നത്. നിനക്കെന്നാ വെയിലിൻ്റെ കുറവ്? ഒരു പ്രസംഗം കഴിഞ്ഞപ്പോൾ അവിടുത്തെ പാസ്റ്റർജി എന്നോട് വന്ന് പറഞ്ഞു, പാസ്റ്റർ ഇതിവിടെ പ്രസംഗിക്കാൻ എന്തെങ്കിലും തെളിവുണ്ടോ? എന്തെങ്കിലും തെളിവ്? ഇതിവിടുത്തെ കൾച്ചറാണ്, ഇതിവിടുത്തെ രീതിയാണ്. സ്തോത്രം പറഞ്ഞാട്ട് ഇതിവിടത്തെ. ഓ, നിങ്ങൾക്ക് വചനം വേണോ? അല്ല എന്ന് തെളിയിക്കുന്ന വചനം തരട്ടെ. ഒരു സ്തോത്രം ഉറക്കം. നിങ്ങൾ മുന്നിൽ പിണങ്ങിയിരിക്കുന്നല്ലോ. പാസ്റ്റർ ഇങ്ങനെ വെട്ടിയാൽ ഞങ്ങളെ കൊച്ചുമക്കളെ കാര്യം എന്നാകും? എൻ്റെ ഇളയ കൊച്ചു മുട്ടിൻ്റെ മേലെ ചുരിദാറിട്ട് നടക്കുക പാസ്റ്റർ, വലിച്ച് താഴ്ത്തി ഇടാൻ ഈ മെസ്സേജ് കേട്ടിട്ട് നീ പോകുമ്പോൾ തയ്യാറാവണം. എനിക്കും 2 ആമക്കളെ വളർത്തിയ ഒരു അപ്പനാണ് ഈ നിൽക്കണേ. അവർക്കും ബർമുട ഇട്ട് പള്ളി കയറാം, പക്ഷെ കാലെ വെട്ടിക്കളയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ ദൈവത്തെ ആരാധിക്കേണ്ട വണ്ണം നീ ആരാധിക്കണം. ദൈവത്തെ സ്തുതിക്കേണ്ടവണ്ണം നിന്റെ നഗ്നത കാണാനല്ല സ്വർഗം ഇറങ്ങി വരുന്നത്. ഇന്ന് ഫാഷൻ പരേഡാണ് ആലയത്തിനകത്ത്. ഒരു സ്വതന്ത്രപറ, കഴുത്തില്ലാത്ത വസ്ത്രം, നെഞ്ചില്ലാത്ത വസ്ത്രം, പുറകിൽ ഒട്ടുമില്ലാത്ത വസ്ത്രം, ശരീരത്തിന്റെ നഗ്നതകൾ പ്രദർശിപ്പിക്കുന്ന വസ്ത്രം. ഇതാണ് പട്ടണത്തിന്റെ ശക്തിയുടെ വസ്ത്രം. ഇന്ന് രാത്രി എന്റെ ദൈവം നഗ്നനായിരുന്ന എന്നെ നഗ്നത മാറ്റി ഒരു ദൈവസഭയാകുന്ന സത്രത്തിൽ കൊണ്ടു നിർത്തി അവിടെ ശുശ്രൂഷകളെ എന്നെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇവന്റെ നഗ്നത മാറ്റേണ്ടതെല്ലാം ചെയ്യാ. നല്ല തുറന്നു കാണിക്കുന്ന സംസ്കാരം. ഞാൻ അവിടുത്തെ PhD എടുത്ത പാസ്റ്റർ പറഞ്ഞ് ഫ്രഞ്ചും ഇംഗ്ലീഷും ബ്രിട്ടീഷ് ഇംഗ്ലീഷും ഒക്കെ സംസാരിക്കുന്ന ഉദ്ദേശിയ എന്തുമാത്രം ലാംഗ്വേജ് പ്രസംഗം. ഞാൻ ദൈവത്തോട് നിർത്താതെ എനിക്ക് ഈ പരിജ്ഞാനം തന്നെങ്കിൽ രാജ്യത്തെ കീഴ്മേൽ മറിക്കുമായിരുന്നു ഞാൻ. പ്രൈസുള്ളതൊക്കെ നമുക്ക് അല്പം ഇംഗ്ലീഷ് അറിയാം. നമ്മൾ പറഞ്ഞിട്ട് സായിപ്പിന് 1/2 മണിക്കൂർ കഴിഞ്ഞാൽ തിരിയൂ.
സായിപ്പ് പറയുന്നത് നമ്മൾ വണ്ടി കയറി വീട്ടിലെത്തിയിട്ടേ മനസ്സിലാവൂ. അത്രയ്ക്കുള്ള സ്പീഡാണ് നമ്മുടെ സ്പീഡ്. 2G സ്പീഡാണ്. നമ്മൾ 2Gയാ, പെട്ടെന്ന് അങ്ങോട്ട് ചാർജ് ആവില്ല. പക്ഷേ ഇന്ന് ചിന്തിക്കുന്ന പ്രീ ഡിഗ്രി വരെ പഠിച്ചപ്പോൾ ഇച്ചിക്കൂടെ ഇംഗ്ലീഷ് ഫ്ലുവൻസിയായി പഠിക്കണമായിരുന്നു. ഇവൻ്റെയൊക്കെ തട്ടിപ്പ് കൂട്ടുകളെ പൊളിച്ചെടുക്കാമായിരുന്നു. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ അവരുടെ പദത്തെ അവരുടെ ഭാഷയിൽ വ്യാഖ്യാനിച്ച ജനത്തിന് മനസ്സിലാവുമോ? പെട്ടെന്ന് എനിക്കും അത് മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ മകനെ ട്രാൻസ്ലേറ്ററായിട്ട് നിർത്തി. പറഞ്ഞുകൊണ്ട് പറയുന്നത് പോലെ PB ആശാരി പറയും പോലെ ഒന്നും കുറച്ച് പറയരുത്, കൂട്ടിയും പറയരുത്, പറഞ്ഞോളണം. അപ്പം അതിനൊരു വാക്യം ആ റവറൻഡ് ഡോക്ടർ പാസ്റ്റ് ചോദിച്ചു. എൻ്റെ ഉള്ളിലൊരു വാക്യം പൊന്തി വന്നു. ഇത് കൊരിന്ത്യ ലേഖനം 1 കൊരിന്തി 1-ാം അധ്യായം 3-ാം വാക്യം, 2-3 വാക്യം പെട്ടെന്ന് വായിക്കേ. നിങ്ങളിങ്ങനെ ഇരിപ്പ് കണ്ടപ്പോൾ നിങ്ങൾ ആശീർവാദം പറയാൻ തോന്നില്ല. അല്ല, ദൈവമക്കളും ബൈബിൾ കൊണ്ടുവന്നെങ്കിൽ നോക്കിക്കോണം. കേരളത്തിനൊരു ദൈവം, ആന്ധ്രയ്ക്കൊരു ദൈവം, ബാംഗ്ലൂരിന് വേറൊരു ദൈവം, സ്വിറ്റ്സർലാൻഡിന് വേറൊരു ദൈവം, കാനഡയ്ക്ക് വേറൊരു ദൈവം എന്നൊരു ദൈവം ഇല്ല. മനസ്സിലാകുന്ന സ്വത്രം പറ. ഇന്ന് രാത്രി പട്ടണത്തിലെ ദുർശക്തികൾ കീഴടങ്ങാൻ ദൈവമക്കൾ വചനത്തെ ഫോളോ ചെയ്യൂ. അതല്ലാതെ വിടുതൽ വേറെ ഇല്ല. അവിടെ പൗലോസ് പറയുന്ന കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോ, കൊരിന്ത്യ സഭയുക്കാരോട് പ്രസംഗിക്കുമ്പോ പൗലോസ് പറയുന്ന കാതലായ കിടയുറ്റ അയ്യോ അകക്കാമ്പുള്ള ഒരു വചനം പറയുകയാണ്. ക്രിസ്തുവേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും നമ്മള് കഴിഞ്ഞ പകൽ കേട്ട് രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് നാം. പറഞ്ഞാട്ടെ, ഇന്ത്യയുടെ ജാതി വ്യവസ്ഥ പറഞ്ഞാൽ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നീ 4 വിഭാഗങ്ങളിൽ ഉപവിഭാഗങ്ങളിൽ പെട്ടവരാണ് ഞാനും നിങ്ങളും. അതിൽ നിന്ന് എന്റെ കർത്താവായ യേശുക്രിസ്തു രക്തം തന്ന് എന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയോ അവർക്ക് കിട്ടുന്ന പേരാണ് ക്രിസ്തുവേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ. അവിടെയും ഇവിടെയും ഇലക്ട്രിക് ബസ് അല്ല, പ്ലീസ്. ക്രിസ്തുവേശുവിൽ എത്ര പേർക്ക് ബോധ്യമുണ്ട്? ഞാൻ കാനഡയിൽ ചെന്നാലും ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. ഞാൻ സ്വിറ്റ്സർലാൻഡിൽ പോയാലും, ഞാൻ US പോയാലും പറ, ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. രാജ്യങ്ങൾ മാറുമ്പോൾ എൻ്റെ നിയമം മാറുന്നില്ല. രാജ്യങ്ങൾ മാറുമ്പോൾ ഭക്ഷണം മാറും, ജീവിതക്രമങ്ങൾ മാറിയേക്കാം. പക്ഷേ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട ദൈവസഭയെ, ദൈവിക വ്യക്തിയെ നിനക്ക് മാറാൻ പറ്റില്ല. പിശാചിന് ഇവിടെയാണ് ഭയം. ഇങ്ങനൊരു സമൂഹം ഒരു രാജ്യത്ത് വളരണമെന്ന പിശാച് വാദിക്കണേ. ഈ പട്ടണത്തിന്റെ ക്യാപിറ്റലിൽ നിന്നുകൊണ്ട് പറയാണ്, യേശു ക്രിസ്തുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും ഇവിടെയും എവിടെയും. ആ പദം ഇന്ന് രാത്രി വായിക്കുന്നവർക്ക് മനസ്സിലാകും. അവിടെ, എവിടെ? മോള് നിൽക്കുന്ന അവിടെ, മോൻ നിൽക്കുന്ന അവിടെയും ഇവിടെയും. ഹലോ, ഈ എവിടെയും. ഇനി എന്നെ എക്സ്പ്ലനേഷൻ ചെയ്യണോ? വേണോ ചായ? വേണോ? ഇപ്പൊ മനസ്സിലായോ? പെന്തിക്കോസ്തിന് ആത്മാറാട്ടം നടക്കില്ലെന്ന്, പെന്തിക്കോസ്തിനകത്ത് വേഷഭൂഷാദി മാറ്റാൻ പറ്റില്ലെന്ന്, പെന്തിക്കോസ്തിന്റെ അകത്ത് നിൽക്കുന്നവൻ എങ്ങനെ നിൽക്കണമെന്ന് ഒരു സ്വതന്ത്രൊക്കെ പറഞ്ഞാട്ടെ. ഇന്ന് പകൽ നിന്റെ കുടുംബത്തിലെ ശത്രുവിന്റെ തന്ത്രങ്ങൾ കയറി വരാൻ കാരണം നിന്റെ സ്ഥാനത്തെ നീ നശിപ്പിച്ചു എന്നുള്ളത് കൊണ്ടാണ്. നിന്റെ സ്പിരിച്വൽ ഇമ്മ്യൂണിറ്റിയെ നീ ഇല്ലാതാക്കി എന്നുള്ളത് കൊണ്ടാണ്. അവൻ ക്രിസ്തുവേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവര് അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരായവർക്ക് തന്നെ എഴുതുന്നത്. ഇതാണ് പെന്തിക്കോസ്തിന്റെ ധർമ്മം. കണ്ടതുപോലെ ജീവിക്കാൻ പറ്റില്ല കുഞ്ഞെ.
കണ്ടതുപോലെ ജീവിക്കാൻ പറ്റൂല ചെറുപ്പക്കാരാ. അച്ചായ, കണ്ടതുപോലെ ജീവിക്കാൻ പറ്റില്ല. വർഗീസിനെ വണങ്ങിയിട്ട് ഇതിനകത്തിരിക്കാൻ പറ്റില്ല. നാമത ആരാധനകൾക്ക് പിരികൂട്ട് ഇതിനകത്ത് വസിക്കാൻ പറ്റില്ല. നോ, ഇതങ്ങനെ ഉള്ളൊരുവിന്റെ ഇരിപ്പിടമല്ല. യുദ്ധത്തിന് കൊപ്പുകുത്തുന്ന പടയാളികളുടെ ഒരു രണാങ്കണമാണിത്. ഇന്ന് രാത്രി മനസ്സിലാകുന്നവർ പട്ടണത്തിന്റെ ശക്തികളെ തകർക്കാൻ നിന്റെ അകത്ത് വ്യാപരിക്കേണ്ട ഒരാത്മശക്തിയുടെ വ്യാപാരം. രാത്രി വചനം ദുർലഭമായതിന്റെ പ്രശ്നം ആമെ പ്രസംഗിക്കാൻ ആളില്ലാഞ്ഞതുകൊണ്ടാണ്. തൻ്റെ ഇടത്തോടെ ഒരു രാത്രി ശമൂവേൽ ദൈവശബ്ദം കേൾക്കുന്നു. 58 വർഷമായി ഇസ്രായേലിൽ ദൈവശബ്ദം വന്നിട്ട് വരാത്തതിൻ്റെ കാരണം വേദപുസ്തകം പറയുന്നു, ഏലിയുടെ മക്കൾ വിളക്ക് കെടുത്തിയിട്ടാണ് പാപം ചെയ്യുന്നത്. പക്ഷേ ഏലിയുടെ അമ്മ ഏലിയുടെ വീട്ടിൽ കടന്നു വരുന്ന ശമൂവേലിൻ്റെ കയ്യിൽ ഒരു വിളക്കും കൂടെ കൊടുത്തു വിട്ടു അമ്മ. ഒരു സ്വതോറൊക്കെ പറഞ്ഞാട്ട്, സ്വതോറൊക്കെ ആലയത്തിലെ വിളക്ക് കെടുന്നതിന് മുമ്പ് ശമൂവേൽ ചെന്ന് കിടന്ന് ഉറങ്ങുക പതിവായിരുന്നു. ഒരു സ്വതോറൊക്കെ പറഞ്ഞാട്ട്, ഇന്ന് പകൽ നിന്റെ അരക്കെട്ടിയും നിന്റെ വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. നിന്റെ ഭവനത്തിൽ കയറി വരുന്ന ദുരാത്മാക്കളെ വഴിയിൽ വെച്ച് നാട് കടത്താൻ, നിന്റെ ചെറിയ വീട്ടിനെ ഇളക്കുമെന്ന് വാദിക്കുന്ന ആ പൈശാചിക ലോബിയെ വെട്ടി നാട് കടത്താൻ. നിന്റെ അകത്ത് പ്രവചനമല്ല വേണ്ടത്, നിന്റെ അകത്ത് വാഗ്ദത്തങ്ങളല്ല വേണ്ടത്. കത്തുന്നൊരു വിളക്ക്, അരകെട്ടിയിരിക്കുന്ന ഒരു ശരീരം ഏതു സമയത്തും പൈശാചിക മേഖലയോട് പടവെട്ടി ചെല്ലാനുള്ള ഒരാത്മ മനുഷ്യന്റെ കരുത്ത്. ഹല്ലേലൂയ. വിളക്കപ്പ കത്തിയോ, ദൈവം വരാൻ തുടങ്ങി. ദൈവം ഒരു രാത്രി ശമൂവേലിനെ വിളിച്ചു. ശമൂവേലിനോട് ദൈവം സംസാരിച്ചു. പ്രഭാതത്തിൽ ഏലി വന്ന് ശമൂവേലിച്ചു, മോനെ ശമൂവേലേ, കഴിഞ്ഞ രാത്രി ഇസ്രായേലിൻ്റെ ദൈവം നിന്നോട് എന്താ സംസാരിച്ചേ? ഒരു വാക്കുപോലും മറച്ചു വയ്ക്കാതെ നീ എന്നോട് പറ. 98 വയസ്സുള്ളവൻ 4, 5, 6 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ മുമ്പിൽ മുട്ടുമടങ്ങുന്നു അല്ലേ? ഏത് മുട്ടിനെയും മടക്കുന്നൊരു ശക്തി ഉണ്ടെങ്കിൽ അതെൻ്റെ ദൈവത്തിൻ്റെ ശക്തിയാ. ഏത് നാവുകളെയും ഏറ്റുപറയിപ്പിക്കുന്നൊരു അധരമുണ്ടെങ്കിൽ അതെൻ്റെ ദൈവത്തിൻ്റെ നാമം ചൊല്ലുന്ന അധരങ്ങളാ. ഇന്ന് രാത്രി മനസ്സിലാക്ക്, വചനം പട്ടണത്തിൽ ദുർലഭം, ആരാധന ദുർലഭം, ദൈവശക്തി ദുർലഭം, പ്രാസംഗികർ ദുർലഭം, നാമെ വിശ്വാസികൾ പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്നവർ ദുർലഭം. പ്രൈസ് ഗോഡ്. സ്തോത്രം. ഇന്ന് രാത്രി നാം അടുത്ത ഘട്ടത്തിലേക്ക് ഒരു 10 മിനിറ്റ് കൂടെ ചലിക്കാൻ പോവാ. ശ്രദ്ധിച്ചിരിക്കണമേ, ഞാൻ ഇന്ന് രാത്രി ഒരു വലിയ പ്രതികൂലത്തെ പൊളിച്ചിട്ടിട്ട് പോകാൻ പോവാ. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മൾ അവന്റെ തന്ത്രത്തെ തിരിച്ചറിയണം. സഭയ്ക്കകത്തു വേണ്ടത് കോലാഹലമല്ല, വചനത്തിന്റെ ശക്തിയാ. ഒരു സ്വതോറൊക്കെ പറഞ്ഞിട്ട്, നിങ്ങൾക്ക് വേണ്ടത് ഒരു ആരാധനയുടെ കോലാഹലമല്ല, നിന്റെ ദൈവത്തോട് അടുപ്പിക്കുകയും പിശാചിന്റെ വഴികളെ വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന്റെ വചനം. രക്തം ജയം. എബ്രായർ 4:12 വായിക്കുമ്പോ ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും എല്ലാ മണ്ഡലങ്ങളിലും ഒരാളിന്റെയും കമാൻഡില്ലാതെ രാപകളില്ലാതെ ഇറങ്ങിച്ചെന്ന് സൗഖ്യം നടത്താൻ പറ്റുന്ന ഒരേ ഒരു ആയുധം ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ പറ. അതുകൊണ്ട് പട്ടണത്തിലെ ആരാധനകളെ പിശാചികനെ മയക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, എഫെസ്യലേഖനം 6-ാം പഴന്ന ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുകയും ശത്രുവിന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ രാത്രി അത് എടുക്കാൻ താല്പര്യമുള്ളവർ കരമൊന്ന് ഉയർത്തിപ്പിടിക്കുമോ? പിശാചിനെ കേൾക്കാനല്ല, അവനോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന്. ഹല്ലേലൂയ പറ. സ്വതോറക പറ.
ഇന്ന് രാത്രി വചനത്തിലേക്ക് പോകാണ്. 10 മിനിറ്റ് 8:45 യോഗം തോൽക്കും. സ്വതോറകം പറഞ്ഞാണ്. ശ്രദ്ധിക്കൂ, അവൻ പിശാചിന്റെ തന്ത്രങ്ങളോട് ഒന്നാമത്തെ തന്ത്രം വചനത്തെ സഭയിൽ എടുക്കുക. 2 ഉന്മാദാവസ്ഥയെ കൊണ്ടുവരിക. 3 കർണരസമാകുമാറായുള്ളത് പറയുക. നമുക്കിഷ്ടല്ലേ? ഇഷ്ടല്ലേ? കോമഡി പറഞ്ഞ് പ്രസംഗിക്കുന്ന ഇഷ്ടല്ലേ? കർണരസമാകുമാറുള്ളത്. ആമേൻ. വശ്യകരമായ ആരാധന. ഇതിനകത്ത് മുഴങ്ങിക്കേക്കുന്ന ഒരു വല്ലാത്ത ശബ്ദബീജി. ആമേൻ. അത് നിൽക്കുമ്പോൾ ആരാധന നിൽക്കും. ഞങ്ങളുടെ ചർച്ചിൽ ഇത് ഉപയോഗിക്കുന്ന സഭയല്ല, എല്ലാ സംവിധാനവും ഉണ്ട്. എൻ്റെ ഇളയ മോൻ ചർച്ചിലുള്ളപ്പോൾ മാത്രം അത് ഉപയോഗിക്കും. ഞാൻ പറയും, നിൻ്റെ അപ്പൻ ഇതിനേക്കാൾ ശബ്ദമുണ്ട്, അതുകൊണ്ട് അപ്പൻ്റെ ശബ്ദത്തിന് താമേ ഇത് നിൽക്കാവും. ഇത് നിൽക്കുമ്പോൾ തീരുന്നത് ആരാധനയല്ല. പണ്ട് കാലത്ത് നമുക്ക് ഡ്രമ്മൊക്കെ വാങ്ങുന്നത് നല്ല സഭകളാണ് വാങ്ങുന്നത്, പൈസയൊക്കെ ഉള്ള സഭകളാണ്. ഇന്ന് അതൊക്കെ മാറി ഇന്നെല്ലാം ഇലക്ട്രിക്കൽ കൈകാര്യം ചെയ്യാൻ തുടങ്ങി. ഇത് മൂളുമ്പോഴേ നമുക്ക് ഭക്തി വരികയുള്ളൂ, ഇത് ശബ്ദിക്കുമ്പോഴേ നമുക്ക് ആത്മാവ് വരികയുള്ളൂ. ഇത് നിൽക്കുമ്പോൾ ആത്മാവ് ഏതു വഴി പോയെന്നറിയില്ല. പക്ഷെ ഞങ്ങൾ അവിടെ ഇന്നും ആരാകുന്ന കരമടിച്ച 1.5 മണിക്കൂർ ഞങ്ങളുടെ വർഷിപ്പ് പോകും. അതിനകത്ത് വെളിപ്പെടേണ്ട തേജസ്സിന്റെ മണ്ഡലം വെളിപ്പെട്ടിരിക്കും. അതിനകത്ത് രോഗികൾ സൗഖ്യമായിരിക്കും. അതിനകത്ത് ബന്ധനങ്ങൾ അഴിഞ്ഞിരിക്കും. ഞങ്ങളുടെ സഭയിൽ അത്ഭുതങ്ങൾ നടക്കുന്നൊരു സഭയാണ്. നിങ്ങൾ ആരും അങ്ങോട്ട് വരേണ്ട പ്രവേശനമില്ല. അസാധ്യങ്ങളെ സാധ്യമാകുന്നൊരു സഭയാ. അവൻ ലോകവും സയൻസും എഴുതിക്കളഞ്ഞു, തലമുറകൾ ഉണ്ടാവില്ല. ഡോക്ടർ പറഞ്ഞു, ഞങ്ങളുടെ കണ്ടുപിടുത്തത്തിൽ ഒരു കുഞ്ഞിനെ ചുമക്കാൻ നിനക്ക് പറ്റില്ല. ട്രീറ്റ്മെന്റുകൾ നടത്തി, മെഡിസിൻ സംവിധാനം നടത്തി, IVF എല്ലാം അസ്ഥാനത്തായി. അങ്ങനെ ഒരു മോള് ഞങ്ങളുടെ പള്ളിയിലുണ്ട്. ഇന്ന് 2ാമത്തത് അവൾ ക്യാരി ചെയ്തിരിക്കുകയാ. വചനത്തിന് സൗഖ്യമാക്കാൻ കഴിയും. ആരാധനകൾക്ക് സൗഖ്യമുണ്ട്. ലോകം അടച്ചു വെച്ച വാതിലുകളെ തുറക്കാൻ എൻ്റെ ദൈവത്തിന് ഇന്ന് രാത്രിയിലും കഴിവുണ്ട്, കരുത്തുണ്ട്. അത് പറയുമ്പോ എന്താ നീ മിണ്ടാതിരിക്കണേ? ഇന്ന് രാത്രി നിന്റെ ബലഹീനതയെ മാറ്റാൻ, നിന്റെ ബ്ലോക്ക് സിസ്റ്റത്തെ മാറ്റാൻ ഒടുവിൽ കർത്താവിനും ശക്തിപ്പെടുവീൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന്. എന്താ പിശാചിന്റെ തന്ത്രം? ഞാൻ പകലിൽ പറഞ്ഞു, പിശാചിനെ കണ്ടിട്ടുണ്ടോ? എല്ലാരും ചിരിച്ചു മറിഞ്ഞു പോയി. പിശാചുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഓ ഉണ്ടോ? ഒരാൾ പറഞ്ഞു ബ്രൗൺ കളറിലിരിക്കും, ഒരാൾ പറഞ്ഞു ലേശ ഇരുണ്ടതുപോലെ ഇരിക്കും. നിന്റെ പിശാച് നീ തന്നെയാണ്. തെളിവ് വേണോ? ഹലോ, ഞാൻ എക്സ്പ്ലനേഷൻ പോയാൽ നിങ്ങൾ ഒറ്റയാണോ ഇന്ന് രാത്രി ഉറങ്ങില്ല. അതുകൊണ്ട് ഞാൻ അതിലോട്ട് പോകുന്നില്ല. പിശാച് നീ തന്നെയാണ്. തെളിവ് വേണോ? തെളിവ് വേണോ? തെളിവ് വേണോ? വേണോ? ഇന്ന് രാത്രി ആ മണ്ഡലം വിടുമെന്ന് ഒരു ഗ്യാരണ്ടി എനിക്ക് തരാമോ? ഞാൻ ഇന്ന് രാത്രി വചനം 2-3 ഉണ്ട്. പുതിയ നിയമത്തിൽ, പഴയ നിയമത്തിലൊന്നുമല്ല. ഞങ്ങൾ ശരിക്കും വചനം പഠിച്ചിട്ടാണ് പ്രസംഗിക്കാറിറങ്ങുന്നത്. അല്ല തപ്പി ആരുടെയെങ്കിലും കോപ്പി അടിക്കാൻ വരികയല്ല. ശ്രദ്ധിച്ചോ, നീ പിശാചാണ് തെളിയിക്കുന്ന ഒരു 3 വാക്യം തരാം. നീ കൊണപ്പെടോ? ആമേൻ പറയാൻ പറഞ്ഞില്ലല്ലോ, അല്ലേലിയ പറയാൻ പറഞ്ഞില്ലല്ലോ. കൊണപ്പെടോ എന്നല്ലേ ചോദിച്ചേ? യെസ് ഓർ നോ? യെസ്. വാക്യം തരട്ടെ. നമ്മൾ പിശാചാണോ? പിശാചിന് എന്തില്ല? പറ. PMG സഭ പറ. അസ്ഥിയും ഇല്ല, മാംസവും ഇല്ല. പിശാചിനെത്തില്ല. പറ. അസ്ഥിയില്ല. പക്ഷെ 2026 പിശാചിന് അസ്ഥിയുണ്ട്, മാംസമുണ്ട്, ത്വക്കുണ്ട്, കണ്ണുണ്ട്, നല്ല നാക്കുണ്ട്. ഒരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞിട്ട് വരാം. പാസ്റ്റേ എന്നോടൊന്ന് ക്ഷമിക്കണം സമയത്തിൻ്റെ വിഷയത്തിൽ. അത് പ്രസംഗിക്കാനാ. നിങ്ങളുടെ സമയം ഞാൻ പാലിക്കുന്നു. പക്ഷേ ഈ വചനം ഇങ്ങനെ വെളിപ്പെട്ടു വരുമ്പോൾ അത് പൂർത്തിയാകാതെ വിടാൻ അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്നതിന് പട്ടണത്തിൻ്റെ ശക്തിയുണ്ട്. അതിനെതിരെയാണ് ഇന്ന് രാത്രി ഞാൻ ഈ വചനത്തിലൂടെ കയറിപ്പോകുന്നത്. ശ്രദ്ധിക്കുക. നമ്മൾ പിശാചാണോ? കർത്താവ് പറഞ്ഞു, പിശാചിന് അസ്ഥിയില്ല, മാംസമില്ല, ത്വക്കില്ല,
ഞരമ്പില്ല. പിന്നെ എങ്ങനെയാ പിശാച് കാലത്ത് വെളിപ്പെടുന്നത്? ഇന്നത്തെ പിശാചിനെ കുറിച്ച് ഞാൻ പറയും. തൊക്കുണ്ട്, നല്ല PhD ബിരുദമുണ്ട്, നല്ല കോളേജിൽ പഠിച്ചതാണ് ആ പിശാച്, നന്നായിട്ട് കള്ളം പറയാൻ എക്സ്പീരിയൻസ് ഉള്ളവനാണ്. പിശാച് പോലും കസേര നീക്കിയിട്ടിട്ട് പലപ്പോഴും മാറി നിൽക്കാറുണ്ട്. സിസ്റ്റർ സൗമിനി ഇവിടെ വന്നിരുന്നാലും, അച്ചായൻ ഇവിടെ വന്നിരുന്നാലും എന്താ പറയുക, പിശാച് അറിയാത്ത കള്ളങ്ങൾ പോലും നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് പറയുന്നു. വായിലെ ആദ്യ ഒരു വാക്യം യാക്കോബിൻ്റെ ലേഖനം. നിങ്ങൾ പേടിച്ചെഴുന്നേറ്റ് ഓടല്ലോ കേട്ടാ. ആമേൻ. ഇന്ന് രാത്രി നിങ്ങൾ യെസ് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ വാക്യങ്ങൾ പറയുന്നത്. യെസ് പറഞ്ഞിട്ടാ പറയണേ. ഇത് ISROയ്ക്കകത്ത് സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ബോംബ് പോലെ ഞാൻ വെച്ചിരിക്കുന്നതാണ്. അത് നിങ്ങൾ യെസ് പറഞ്ഞത് കൊണ്ട് തരികയാണ്. 3-ാം അധ്യായം ആമേൻ, അതിൻ്റെ ആമേൻ സ്തോത്രം 8, 9, 10, 11. നമ്മൾ പിശാചാണോ നമ്മൾ ദൈവ പൈതലാണോ എന്നവിടെ കാണാം. ഞാൻ കല്ലറയിൽ നിന്ന് കൊണ്ടുവന്ന വാക്യമല്ല, നിങ്ങളുടെ പൊത്തോത്തി കിടക്കുന്ന അതേ വാക്യം ഒരു എക്സ്പ്ലനേഷൻ തന്നെന്ന് പറയുന്നേ ഉള്ളൂ. വായിച്ചാല് നാവിനെയോ മനുഷ്യർക്കാർക്കും മെരിക്കാവുന്നതല്ല, അതടങ്ങാത്ത വിഷം, അടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞത്. അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു. അതിനാൽ നാം കർത്താവിനെ പിതാവുമായവനെ സ്തുതിക്കുന്നു. യെസ്, നമ്മൾ ഇപ്പോൾ ദൈവമക്കൾ, നമ്മൾ ഇപ്പോൾ ദൈവമക്കൾ. ഇറ്റ്സ് ടൈം. ഈ സമയം നമ്മളിപ്പോ വെള്ള അന്യഭാഷ വ്യാഖ്യാനം ഇപ്പൊ ഇത് വിട്ടിറങ്ങിയാൽ ആരാ? അടുത്ത വാക്യം, ദൈവത്തിന്റെ സാദൃശ്യത്തിലുണ്ടായ മനുഷ്യരെ അതിനാൽ ശപിക്കുന്നു. നമ്മൾ അപ്പോ ആരാ? അല്ല, അതുകൊണ്ടല്ലേ പെന്തിക്കോസി വരല്ലെന്ന് പറയണേ. ഇവിടെ ട്യൂബൽത്തോൺ നടക്കില്ല, 2 ഐഡിയ പോവില്ല. ഒന്നുകിൽ നീ ശീതവാൻ അല്ലെങ്കിൽ ഉഷ്ണവാൻ. ഇവിടെ പറയുന്നു ഒരേ സമയം. നിങ്ങളോട് തന്നെ ചോദിക്കുക, ഒരേ സമയം 2 കാര്യങ്ങൾ ചെയ്യുന്ന ഒരേ ഒരു ജീവി, അത് മനുഷ്യനെന്ന മൃഗമാ. സ്തോത്രം പറഞ്ഞില്ല. അയ്യോ, നിങ്ങൾ വീട്ടിൽ പോയിട്ട് വചനം ഒന്ന് എടുത്തു വെച്ച് കമന്നിരുന്നൊരു 10 മിനിറ്റ് ഒന്ന് വായിച്ചു നോക്കിയ നീ അറിയാതെ കരയും. ആദ്യം എന്തുവാ? നാവിനെയോ മനുഷ്യർക്കാർക്കും മെരിക്കാവതല്ല, അത് അടങ്ങാത്ത ദോഷം, മരണകരമായ. അതൊക്കെ വിടാ. അയ്യോ, ഒന്നും പറയില്ലേ പാസ്റ്ററെ, ഒന്നും പറയില്ലേ. അടുത്ത വാക്യം, മരണകരമായ വിഷം നിറഞ്ഞത്. അതിനാൽ കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു. ഏതിനാൽ? ഈ നാവിനാൽ, ഈ ബോഡിയാൽ നാം പിതാവും കർത്താവുമായവനെ സ്തുതിക്കുന്നു. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ സാദൃശ്യത്തിലുണ്ടായ മനുഷ്യരെ അതിനാൽ ശപിക്കുന്നു. ഹലോ, ഇവിടെ ഉണ്ടോ നിങ്ങൾ? ഇപ്പം നമ്മളാരാ? ഭൂതത്തെക്കാൾ സ്റ്റാൻഡേർഡ് ഭൂതം. സംശയമുണ്ടോ? അല്ല, പള്ളി വരുമ്പോൾ അന്യഭാഷയും പള്ളിയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ അന്യായ ഭാഷയും പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെപ്പോലെ സ്റ്റാൻഡേർഡ് ഭൂതം എവിടെ ഉള്ള? രക്തം ജയം. നമ്മളെപ്പോലെ നല്ല സ്റ്റാൻഡേർഡ് ഭൂതം എവിടെ ഉള്ളതെന്ന്. അതുകൊണ്ടല്ലേ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ നിന്നെ മുക്കണമെന്ന് പറയുന്നത്. രക്തം ജയം. ഇനി വാക്യം വേണോ? ഇനി വേണോ? മതിയായ പാസ്റ്റർ പോരാ. നമ്മൾ മുഴുപ്പിശാചാണെന്ന് ഇനി കേൾക്കണോ? അച്ഛാ പേടിക്കല്ല, എന്നെ എതിർക്കരുത്, എതിർക്കാൻ വന്നാൽ നടക്കില്ല. ഞാൻ വചനത്തിൻ്റെ കാര്യമാണ് വെളിപ്പെടുത്തണേ. അതുകൊണ്ട് ഞാൻ എന്നും പ്രാർത്ഥിക്കും, ദൈവമേ അങ്ങയുടെ നാവല്ലാതെ എന്നെ മറ്റൊരുത്തൻ്റെ നാവാക്കല്ലേ.
അങ്ങക്ക് ഹിതമല്ലാത്തതൊന്നും കാണാൻ എന്നെ അനുവദിക്കരുതേ. ഇന്ന് രാത്രി മറ്റൊരു വാക്യം കൂടെ തരാം. നിങ്ങൾക്ക് എത്ര കിലോ ഉണ്ടെന്ന് നിങ്ങൾ ആഴ്ചയൊരിക്കൽ തൂക്കി നോക്കത്തില്ലേ? എല്ലാ വീട്ടിൽ പത്രാസുണ്ട്. വെയിറ്റ് നോക്കി മരുന്ന് കഴിക്കുകയും ആഹാരം കഴിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ, ഇല്ലയോ? ആന്നോന്ന്. നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ച തൂക്കിയപ്പോൾ എനിക്ക് 78 കിലോ ഉണ്ട്. മരുന്ന് കഴിക്കാൻ തൂക്കിയതല്ല, ലഗേജ് പാക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ തൂക്കിയതാ. ഞാനും തൂങ്ങി, എൻ്റെ ഭാര്യയും തൂങ്ങി. ഏകദേശം കുറവില്ലാത്തൊരു വെയിറ്റ് ഉണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ദൈവമേ, എന്നെ പോലെ പിശാച് വേറെ ആരാ ഉള്ളത്? 78 കിലോയുള്ള പിശാച്. വാക്യം തരട്ടെ. ഹലോ, നിങ്ങൾ അഭിഷേകമൊക്കെ പോയാൽ എന്നെ 2.5 മണിക്കൂർ 3 മണിക്കൂർ സമയം തന്ന് വിളി. നീ ആത്മീകനാണോ ജഡീകനാണോ എന്ന് ഞാൻ പറയാം. അതുകൊണ്ട് ഇവിടെ സമയം ഒത്തിരി ലോപിച്ചത്. ഇനി എന്നെ വിളിക്കണമെന്നൊന്നുമില്ല കേട്ടോ, എൻ്റെ സ്വഭാവം ഇതല്ല. ശ്രദ്ധിക്കുക, അവിടെ പറയുന്നൊരു പദമുണ്ട്. ബാക്കി ലൂക്കോസ് 22:3 അടുത്ത പിശാചിനെ കാണാം. പെട്ടെന്ന് ഞാൻ നിർത്താം. സ്തോത്രം. ലൂക്കോസ് 22:3. എന്നാൽ 12 കൂട്ടത്തിൽ ഉള്ള ഇസ്കരിയോത്തായും. ഈ നമ്മൾ പിശാചും ഭൂതവും എന്നൊക്കെ പറയണം. അപ്പുറത്തെ രാധാകൃഷ്ണനെ, ഇപ്പുറത്തെ ഹംസായെ, അപ്പുറത്തെ ബാദുഷയൊക്കെയാ ഭൂതം എന്ന് പറയുന്നത്. ഇതേ ഇവിടെ പാടുന്നു 12 പേരുടെ കൂട്ടത്തിലൊരു ഭൂതം. 12 പേരുടെ നടുവിലൊരുത്തൻ. എൻ്റെ നാടൻ ഭാഷ പറയും സഭയുടെ ട്രസ്റ്റി, ഖജാൻജി, പണം എണ്ണി തിട്ടപ്പെടുത്തുന്നയാള്. ഇത് കയറുമ്പോഴാണ് സഭയുടെ ഖജാൻജി പറയണ, പാസ്റ്റർക്ക് ഇത്രയും കൊടുത്താൽ പാസ്റ്റർ എന്ത് ചെയ്യും? അതുകൊണ്ടൊരു പ്രത്യേക ശമ്പളം കൊടുത്താൽ മതി പാസ്റ്റർക്ക്, ബാക്കി നമുക്ക് ഫണ്ടിലോട്ട് മാറ്റാം. ട്രസ്റ്റി ഇവിടെ ഉണ്ടെങ്കിൽ പ്ലീസ് ക്ഷമിക്കണം കേട്ടോ, ഞാൻ അത് പറഞ്ഞതിൽ നിങ്ങൾക്കത് മാറ്റാൻ നിയമമില്ല വേദപുസ്തകത്തിൽ. ഞാനത് വിടുന്നു, പോട്ടെ. അതിനൊന്ന് എക്സ്പ്ലനേഷൻ ചെയ്യാൻ അത്രയും പറഞ്ഞെന്നുള്ളൂ. പറയാതിരുന്നാൽ അത് വിശ്വാസത്തിൻ്റെ ധർമ്മമല്ല, അധർമ്മമാണ്. ശ്രദ്ധിക്ക്, 12 കൂട്ടത്തിൽ. എൻ്റെ അർത്ഥം, ദൈവസഭയ്ക്കകത്ത് ഇമാതിരിയുള്ള സാധനങ്ങളുണ്ട്. ഉറക്കെ പറ. കരമൊന്നും ഉയർത്താൻ പേടിയായിരിക്കും, പക്ഷെ ഇപ്പോൾ ഒരു കൊളുത്ത് വീണ് ഉയർത്താൻ പറ്റില്ല. ഇമാതിരിയുള്ള സംഘമുണ്ട് പള്ളിക്കകത്ത്. യേശു പള്ളിക്കകത്ത് ചെന്നപ്പോൾ 18 വർഷം കൊണ്ട് കൂന് ബാധിച്ച ഒരു അമ്മമ്മ. വചനം എന്താ പറയണമെന്നറിയാമോ? രോഗബാധ. ആരാധിക്കുന്ന നിനക്ക് കൂന എവിടെ നിന്നാടി എന്ന് ചോദിക്കാൻ യേശു അടുത്ത് വിളിച്ചപ്പോൾ ചോദിക്കുകയാണ്, നിനക്ക് 18 വർഷം കൊണ്ട് വചനം ഇല്ലാഞ്ഞിട്ടല്ല, ഹീലിംഗ് മിനിസ്ട്രി നടത്തുന്ന ശിഷ്യന്മാരില്ലാഞ്ഞിട്ടല്ല. എൻ്റെ പൊന്നേ, ഇതെല്ലാം ഉണ്ടെങ്കിലും അമ്മാമ്മയുടെ മാറിയിട്ടില്ല, പോലെ ഇരിക്കുക. യേശു അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, സ്ത്രീയെ, നിന്റെ രോഗബന്ധനത്തെ അഴിച്ചിരിക്കുക. അടുത്തൊരുത്തി 12 വർഷം രക്തസ്രവക്കായി. അവളിങ്ങനെ യേശുവിനെ തൊടാൻ വേണ്ടി ഇങ്ങനെ തിക്കിയും തിരക്കിയും വന്ന് യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോ യേശു നിന്നു. യേശു പറഞ്ഞു, എന്നെ ആരോ തൊട്ടു. പത്രോസ് ചോദിച്ചു, വെറുതെ തള്ളാതെ കർത്താവേ, ഇവിടെ ആരാ നിന്നെ തൊട്ടെ? ഞങ്ങളിങ്ങനെ തൊട്ടിയില് പോടാ, എന്നെ ആരോ ഒരാൾ തൊട്ടു. തൊട്ടവളെ കാണാൻ യേശു തിരിഞ്ഞപ്പോ തൊട്ടവൾ വിറച്ചുകൊണ്ട് വന്ന് പറയാ, ഞാൻ അങ്ങയെ തൊട്ടെ. യേശു എന്നാ പറഞ്ഞെന്നറിയാമോ? നിന്റെ സ്ത്രീയെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുക. മനുഷ്യന്റെ മേൽ ബാധ ഉണ്ടോ? ഉണ്ട്. 12 കൂട്ടത്തിൽ ഇസ്കാരിയോത്ത് യൂദായിൽ സാത്താൻ കടന്നു. 79 കിലോയുള്ള സാത്താൻ. അന്ന് യൂദായെ നല്ല കിൻഡൽ ത്രാസിൽ തൂക്കിയാൽ 140 കിലോ വരും. കടന്നു. ഹലോ, കടന്നെന്ന്. രാത്രി യാക്കോബ് പറയുന്നു, ഒരേ നാവ് കൊണ്ട് സ്തുതിക്കുന്നു, അതേ നാവ് കൊണ്ട് ചീത്ത വിളിക്കുന്നു, ഒരേ കണ്ണുകൊണ്ട് വേദപുസ്തകം വായിക്കുന്നു, അതേ കണ്ണുകൊണ്ട് വേശ്യാവൃത്തി കാണുന്നു, ഒരേ കൈകൊണ്ട് ദൈവത്തെ പാടി ആരാധിക്കുന്നു, അതേ കൈകൊണ്ട് മോശപ്പെട്ട ടെക്സ്റ്റ്
ടെക്സ്റ്റ് മെസ്സേജുകൾ നമ്മൾ പലർക്കും വിടുന്നു. ഇന്ന് രാത്രി ഒരേ നിമിഷം നീ ദൈവ പൈതലും അതേ നിമിഷം സാത്താന്റെ പൈതലുമാകുന്നത് എങ്ങനെ? ഒരു സ്വതന്ത്രക പറഞ്ഞാട്ട് ഇന്ന് രാത്രി അവന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പാൻ കഴിയേണ്ടതിന് ഇന്ന് രാത്രി നിന്റെ ശരീരത്തിൽ ആയുധവർഗം പ്രവേശിക്കട്ടെ. അവ അടുത്തൊരു വാക്യം നിങ്ങൾക്ക് വേണോ? അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. അപ്പോൾ പത്രോസ് അനന്യാസേ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാൻ നിലത്തിലെ വിലയിൽ കുറച്ചെടുത്തു വയ്പ്പാൻ സാത്താൻ നിന്റെ ഹൃദയത്തെ കൈവശമാക്കിയതെന്ത്? ഹലോ, അവിടെ മൂപ്പനെ സാത്താൻ കയ്യിലെടുത്തു. രാത്രി പിശാചെന്നൊരു സംഗതി നമ്മെ തൊടാൻ പറ്റില്ല. കാരണം നമ്മുടെ മേൽ വ്യാപരിക്കുന്നത് കുഞ്ഞാടിന്റെ രക്തമാണ്. രാത്രി അത് അപ്പീൽ ചെയ്യുന്ന ദൈവമക്കൾ അതരങ്ങളെ തുറക്കുക പോരാ. നിന്റെ തലരോമ മുതൽ നഖം വരെ ദൈവത്തിന്റെ കരത്തിൽ ഇന്ന് രാത്രി ഒപ്പുകൊടുത്ത് നീ ആരാധിക്കാൻ തയ്യാറാകുക. ഇന്ന് രാത്രി നിന്നെ വിരട്ടുന്ന ശക്തികളുടെ നടുവിൽ നിനക്കൊരു ജയം ദൈവം തരും. കാരണം ആഭിചാരം യാക്കോബിന് ഫലിക്കില്ല. ലക്ഷണവികാര്യങ്ങളും എനിക്കറിയാം, പക്ഷെ ഞങ്ങളുടെ അകത്ത് നടക്കുന്ന ഒരു കാര്യം അവൻ അറിയില്ല. പക്ഷെ ഇന്ന് വരെ ജയത്തോടെ നടത്തിയ ഒരു ദൈവം 25 വർഷം കഴിഞ്ഞ് 26-ാമത്തെ വർഷം ദൈവം ബലത്തോടെ നിർത്താൻ കാരണം ബൈബിൾ കോളേജിന്റെ PhD അല്ല, ഭാഷയുടെ നൈപുണ്യമല്ല, ആ നല്ല കുടുംബത്തിൽ ജനിച്ചെന്ന പേരുള്ളായത് കൊണ്ടല്ല, ഇതിനെ തലയിൽ ചുമക്കാൻ തയ്യാറായത് കൊണ്ടുമല്ല, ഇതിനകത്തുള്ളതിനെ വിശ്വസിച്ച് അത് ഏറ്റുപറഞ്ഞ് അത് ജീവിതത്തിനകത്ത് പ്രാവർത്തികമാക്കാൻ സമയങ്ങളും കാലങ്ങളും കണ്ടെത്തുന്നവനാകെ കൊണ്ട് ഒരു ശക്തിക്ക് നിന്നെ തൊടാൻ പറ്റില്ല. ആഭിചാരം യാക്കോബിന് ഫലിക്കില്ല. ബിലിയാം പറയുന്നു, ഇതാ തടിച്ചു പാർക്കുന്ന ഒരു കൂട്ടം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാത്തവർ. ഒരു സ്വത്ത് ഉറക്കെ പറഞ്ഞാട്ടെ, അവര് വന്നത് സ്വർഗത്തിൽ നിന്നല്ല, അവര് വന്നത് മിസ്രയീമിൽ നിന്ന് വന്നതാ. ഇന്ന് രാത്രി പട്ടണത്തിന്റെ ഭൂത സംസ്കാരത്തോട് ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവജനം പ്രതികരിക്കണം. പിശാചേ, നിന്റെ തന്ത്രങ്ങളെ അറിഞ്ഞു തന്നെയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. നിന്റെ തന്ത്രങ്ങളെ പൊളിക്കുക എന്നതാണ് ഈ പ്രാർത്ഥനയുടെ പരമമായ ലക്ഷ്യം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരു വാക്ക് കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാ. പിശാച് എന്ന വേർഡിനെക്കാളും ദൈവം എന്ന പദത്തിന് പ്രാധാന്യം കൊടുക്കൂ. ഇന്ന് രാത്രി പുസ്തകം വാങ്ങാനും അതിലെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. കുഞ്ഞാടേ, നീ അറുക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട്. അവൻ ഇന്ന് രാത്രി പരിശുദ്ധം നിന്റെ രക്തം കൊണ്ട് ഗോത്രത്തിലും. ഇന്ന് രാത്രി എൻ്റെ ആത്മീക അഹങ്കാരം ആ വാക്യത്തിലാണ്. ഓ കുഞ്ഞാടെ, നീ അറുക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട്. രക്തം ചെയ്യാം. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന സഹോദരിമാരെ, യേശുവിൻ്റെ രക്തം നിന്റെ ഉദരത്തിലേക്ക് ഇന്ന് രാത്രി ഒഴുകട്ടെ. യേശുവിൻ്റെ രക്തത്തിൻ്റെ പ്രധാന 4 വിശേഷതകൾ. 1, അത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന രക്തം. 2, അത് ഗുണകരമായി സംസാരിക്കുന്ന രക്തം. 3, അവൻ സർവ പാപങ്ങളെയും മായ്ക്കുന്ന രക്തം. പാപത്താൽ കയറിയ രോഗത്തെ കഴുകിക്കളയാൻ ഒരേ ഒരു രക്തത്തിന് കഴിവുള്ളൂ, അത് യേശുവിന്റെ രക്തം. ഒരു നിമിഷം ഒന്നെങ്കിൽ നെറ്റ് നിൽക്കാവോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. എനിക്ക് നിങ്ങളോട് തലയിൽ കൈവച്ച് പ്രവചിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ പരിമിതികൾ ഏറെയാണ്. ഇന്ന് രാത്രി നമ്മൾ സാധാരണ ആൾക്കാരല്ല. കരമുയർത്തി ഇന്ന് രാത്രി എന്ന് പറയുമോ, ഞാൻ വന്നത് മിസ്രയീമ്യരുടെ ഇടയിൽ നിന്നാണ്. എന്നെ അങ്ങനെ ഓലപ്പാമ്പ് കാട്ടി തിരിച്ചുവിടാൻ നോക്കണ്ട ഭൂത സംസ്കാരമേ. ഞാൻ ജീവനെങ്കിൽ ജീവൻ വെച്ച് ഇതിനകത്ത് നിൽക്കാൻ വന്നയാളാ. എന്നെ വരട്ടാമെന്ന് പറഞ്ഞു. എന്നെ വരട്ടുന്നതിനേക്കാൾ വെളിയിൽ പോയി വേറെ ആരെങ്കിലും വരട്ടുന്നതാണ് നല്ലത്. ഞാൻ ഇതിനകത്ത് നിൽക്കുന്നത് ജീവനെ കൊന്നിട്ടാ നിൽക്കുന്നത്.
ഈ പൗലോസ് പറയുന്നു, ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. ഗോതമ്പ് മണി നിലത്തു വീണ് ചാകുന്നില്ലെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കും. ഇന്ന് രാത്രി അപ്പച്ചന്മാരായ എൻ്റെ ദൈവദാസന്മാരോട് ആത്മാവിനൊരു ദൂത് കൈമാറാം. ഇന്ന് രാത്രി ശാരീരിക ക്ഷീണം നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രി പ്രായത്തിന് മീതെ കവിയുന്നൊരു അസ്വസ്ഥത നിങ്ങളുടെ മേലുണ്ടെങ്കിൽ, നിങ്ങൾ ഇന്ന് രാത്രി വാ തുറന്ന് പറ, എനിക്ക് 80 വയസ്സായി ദൈവമേ, 80 വയസ്സിന് തുല്യമായൊരു ശക്തി ഇന്ന് രാത്രി എനിക്ക് തരണമേ. 65 വയസ്സായി ദൈവമേ, ഈ 65-ാമത്തെ വയസ്സിൽ 90 വയസ്സുകാരനെ പോലെ ജീവിക്കാൻ എനിക്ക് പറ്റില്ല. 65 വയസ്സുകാരനെ പോലെ ജീവിക്കാനുള്ള ഒരു ആത്മീക ശക്തി എന്റെ അകത്തു തരണമേ എന്ന് രാത്രി പ്രാർത്ഥിക്കാൻ എത്ര പേർ ഒരുക്കമാണ്? നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നോക്കി ഭയപ്പെടണ്ട. ഈ ഉപവാസ പ്രാർത്ഥനയിൽ വചനം പുഷ്ടിയായി വെളിപ്പെടുമ്പോൾ ബന്ധനങ്ങൾ അഴിയും. സ്വതോരകപറഞ്ഞാട് ദൈവത്തിന്റെ വചനം ജീവൻ നിനക്ക് തരും. പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ ഈ വചനം വെളിപ്പെട്ട് നിൽക്കുകയാ. ഇതിന്റെ മുമ്പിൽ ഒരു ബന്ധനത്തിന് നിൽക്കാൻ പറ്റില്ല, ഒരാഭിചാരത്തിന് നിൽക്കാൻ പറ്റില്ല, ഒരു മന്ത്രവാദിക്ക് നിൽക്കാൻ പറ്റില്ല, ഒരു ശകുനവാദിക്ക് നിൽക്കാൻ പറ്റില്ല, ഒരു കൂടപത്രക്കാരന് നിൽക്കാൻ പറ്റില്ല, ഒരു തകിടു കൂടുകാരനും പറ്റില്ല. ദമത്രിയോസ് എന്ന് പറയുന്ന ഒരുത്തൻ പൗലോസിനെ കുറിച്ച് പറയുന്നു, ഈ പൗലോസ് നിമിത്തം അർത്തമിസ് ഏതുമല്ലെന്ന് വന്നിരിക്കുകയാ. അതെ, നിന്റെ ഭവനത്തിൽ വിടുതൽ ഇന്ന് രാത്രി നടക്കട്ടെ, ആരാധന വെളിപ്പെടട്ടെ, അഭിഷേകം വെളിപ്പെടട്ടെ. പ്രവാചകൻ വേണ്ട നിന്നെ വിടുവിപ്പാൻ, ഒരു ഉണർവ് യോഗം വേണ്ട നിന്നെ വിടുവിപ്പാൻ. നിന്റെ വിളക്ക് കത്തട്ടെ. വിളക്ക് കത്തട്ടെ. വിളക്ക് കത്തിയാൽ ആമേൻ വീട്ടിനകത്ത് എന്തിരിക്കുന്നത് കാണാൻ പറ്റും. നിന്റെ മങ്ങിപ്പോയി അഭിഷേകം കത്തട്ടെ. പടയം വെച്ച് അഭിഷേകം തിരിച്ചുപിടി, നഷ്ടപ്പെട്ടുപോയി അഭിഷേകം തിരിച്ചുപിടി, ആ വെളിപ്പാട് തിരിച്ചുപിടി, അന്യഭാഷ തിരിച്ചുപിടി. ഇന്ന് രാത്രി ആരോഗ്യം തരുന്ന ദൈവത്തിന്റെ കരുണ ഇന്ന് പകൽ ശരീരത്തെ നിയന്ത്രിച്ച ദുരാത്മാവ് അഴിയപ്പെട്ടതുപോലെ ഇന്ന് രാത്രി ദൈവം അതിനെ അഴിച്ചു കളയുകയാ. ആമേൻ. ദൈവത്തിന്റെ മന്ദിരമായ ശരീരമേ, നിന്റെ ശരീരത്തിൽ പിശാചിന് എന്ത് അവകാശം? അവന്റെ കോട്ടയ്ക്ക് എന്ത് അവകാശം? ഇന്ന് രാത്രി മേഘത്തെ വെല്ലുന്നൊരു ദൈവ സാന്നിധ്യം, ആത്മനവശ മേഘസ്തംഭം പോലെ ഇറങ്ങുന്ന ദൈവകൃപ, അഗ്നി തൂണുപോലെ വെളിപ്പെടുന്ന ദൈവശക്തി ശരീരങ്ങളുടെ മേൽ വെളിപ്പെടത്തക്കവണ്ണം ഈ വചനത്തിന്റെ മുമ്പാകെ ഒന്ന് സമർപ്പിക്കുക. നാവിന്റെ കെട്ടുകൾ പൊട്ടട്ടെ, തൊണ്ടയുടെ വ്യാപാരങ്ങൾ അഴിയട്ടെ, നെഞ്ചിനെ കെട്ടിവച്ചിരിക്കുന്ന പൈശാചിക രോഗക്കെട്ടുകൾ ഈ വചനം ചെന്ന് സർജറി ചെയ്യട്ടെ, സർജറി നടക്കട്ടെ. ഇന്ന് രാത്രി കാലുകളിൽ നീര് വ്യാപരിപ്പിച്ച് നടക്കാൻ അനുവദിക്കാതെ ശരീരത്തിന്റെ ചില അവസ്ഥകളെ അസ്വസ്ഥതയാക്കി ഭവനത്തിനകത്തിരുന്നോ എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് ഇന്ന് രാത്രി വന്നിരിക്കുന്നവരുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഈ രക്തത്താലുള്ള വിജയം വ്യാപരിക്കട്ടെ. വചനത്തിന്റെ ശക്തി, ആ രക്തത്തിൽ മറഞ്ഞിരിക്കുന്ന ദൈവശക്തി, ആ സംഹാരകന്റെ കെട്ടിനെ പൊട്ടിച്ച അവിടത്തെ തിരുനിണത്തിന്റെ ശക്തി ഈ ജനത്തിന്റെ മേൽ ഇന്ന് രാത്രി വെളിപ്പാടായി. കരിന്തിരി മുറിയട്ടെ, കരിന്തിരി മുറിഞ്ഞു പോകട്ടെ, കരിന്തിരി മുറിയട്ടെ. അച്ഛാ, ഇന്ന് രാത്രി അഭിഷേകം ഒരാരാധന തീരുമ്പോ തീരുന്നതല്ല. ഇന്ന് രാത്രി നിന്റെ നാവിക തുറക്കുമ്പോൾ തന്നെ ശുദ്ധീകരിക്കുന്ന ദൈവത്തിന്റെ അഗ്നി നിന്റെ മേൽ ഇന്ന് രാത്രി വെളിപ്പെടുന്നു. ഒരാത്മാവിന്റെ സമ്പൂർണത, ഒരാത്മാവിന്റെ ഒരു പൂർണ്ണത ശരീരങ്ങളെ അനുവദിക്കാതെ വാദിക്കുന്ന പട്ടണത്തിന്റെ അധികാരങ്ങളെ, ദുഷ്ടാത്മാവിന്റെ സേനകളെ, അവന്റെ തന്ത്ര പൂജാ സ്ഥാനങ്ങളെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഈ സഭ വെട്ടി കയറട്ടെ.
ബലപ്പോരുകൾ, അന്ധകാര മണ്ഡലങ്ങൾ, ആധിപത്യങ്ങൾ, സുത്തുര കൂടുകൾ, സുത്തുര തറകൾ, കുടുംബങ്ങൾക്കെതിരെ ബാധിക്കുന്ന അന്ധകാര മേലധികാരികൾ ഇന്ന് രാത്രി ആത്മാവിൽ ചുട്ടരിയട്ടെ. തീ വീഴുന്നത് പോലെ ഇന്ന് പകൽ ചില ഇരിപ്പിടങ്ങളിൽ ദൈവശക്തി ചെന്നിറങ്ങുകയാ. ചില പൈശാചിക കുടിയിരിപ്പുകളുടെ മേൽ രക്തം തളിക്കപ്പെട്ട ജനം ആരാധിക്കുമ്പോ പരിശുദ്ധ ദൈവമേ, ഇന്ന് രാത്രി എഴുന്നേറ്റ് നിന്ന് അങ്ങയുടെ മുമ്പിൽ ആരാധിക്കുന്ന, ആ വചനത്തെ ഏറ്റെടുക്കുന്ന അങ്ങയുടെ മക്കളെ ഓർത്തുന്ന രാത്രി സ്തോത്രം ചെയ്യുകയോ. അവിടെ നരിയാണികൾ വഴക്കപ്പെടട്ടെ, അരക്കെട്ടുകൾ ശക്തിപ്പെടട്ടെ. വ്യാപരിക്കട്ടെ ദൈവ സാന്നിധ്യം. വചനത്തിന്റെ ശക്തി തല മുതൽ പാദങ്ങൾ വരെ കത്തട്ടെ. ബലഹീനത അഴിഞ്ഞു മാറട്ടെ, ബലഹീനത പോട്ടട്ടെ. രാത്രി അവിടുത്തെ ശക്തിയുടെ മഹത്വം ഈ ജനത്തോടു കൂടെ പോകണമേ. ഈ ആലയത്തിനകത്ത് അവിടുത്തെ വിടുതൽ നിൽക്കത്തക്കവണ്ണം ഞങ്ങൾ ദൈവത്തിന്റെ ആലയമായി പ്രഖ്യാപിക്കപ്പെടാം. നമ്മളെ നശിപ്പിക്കുന്ന ദുഷ്ടശക്തിയെ അവിടെ നിറഞ്ഞ് നശിപ്പിക്കാൻ ഇടയാക്കണം. അവിടെ നിന്ന് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നന്ദി. യേശുവിന്റെ വിലപ്പെട്ട നാമത്തിൽ തന്നെ ആമേൻ. എന്നെ ഈ സഭയിൽ ശുശ്രൂഷയ്ക്ക് വിളിച്ച കർത്താവിന്റെ ദാസൻ ഇതുവരെ കേട്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും ഒന്നുകൂടി എൻ്റെ വന്ദനം അറിയിച്ച് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഞാൻ എന്നെ അധികം പരിചയപ്പെടുത്താത്തതിൻ്റെ കാരണം എൻ്റെ ആവശ്യമില്ലാഞ്ഞിട്ടാണ്. അതുകൊണ്ട് ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ കാണാം. എന്നെ വിളിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊരു 3 മണിക്കൂർ തന്നു വിളിക്കണം. അതുകൂടെ ഓർമ്മിപ്പിച്ച് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കും. Praise the Lord. Hallelujah. സ്തോത്രം സ്തോത്രം സ്തോത്രം. നമ്മുടെ ക്ഷണം സ്വീകരിച്ചെന്ന് പകലും രാത്രിയിലും കടന്നു വന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവവചന ശുശ്രൂഷ, ദൈവാത്മാവിലുള്ള ശുശ്രൂഷ ചെയ്ത കർത്താവിൻ്റെ ദാസൻ ബിനോയ് ബേബി പാസ്റ്ററോടുള്ള നന്ദി തരുണത്തിൽ അറിയിക്കുന്നു. പ്രൈസ് ഗോഡ്. നമ്മുടെ തലകളെ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ 2ാം രാത്രിയും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിച്ചല്ലോ. ശക്തമായി ഹൃദ്യമായി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഇടപെട്ടതിനാൽ കരമുയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വചനം ദുർലഭമായിരുന്ന കാലഘട്ടത്തിൽ ഒരു ശമൂവേലിനെ ദൈവം വെളിച്ചമായി മുന്നോട്ട് കൊണ്ടുവന്ന് വിളക്കായി ആരാധനയ്ക്ക് ആലയത്തിന് വിളക്കായിട്ട് അവനെ ഉപയോഗിച്ചോ. അവനിലൂടെ ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുവാനിടയായി. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പൈതല് വചനം ദുർലഭമായി കഴിഞ്ഞാൽ ശത്രു അവിടെ വ്യാപരിപ്പാനിടയാകും. ഏലിയുടെ മക്കൾ തകർന്നു പോയ അനുഭവങ്ങള് എന്നാൽ അതിന്റെ മധ്യയിൽ ഒരു ശമൂവേലിനെ ദൈവം എഴുന്നേൽപ്പിച്ച ശക്തമായി ദൈവം ഉപയോഗിച്ച വിധങ്ങള് മാത്രമല്ല വിവിധ മറ്റ് ദൈവത്തിന്റെ വചനങ്ങളിലൂടെ ഇന്ന് രാത്രികാലം ദൈവം നമുക്ക് തന്ന എല്ലാ വചനങ്ങൾക്കായും എല്ലാ ആത്മീയ ദൂതുകൾക്കായും ഒരു നിമിഷം നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. ശത്രുവിന്റെ മേൽ ജയം തരുന്ന ദൈവമാണ്. തന്റെ അഭിഷേകത്തിന്റെ ശക്തിയാൽ തന്റെ രക്തത്തിന്റെ വിടുതലാൽ ദൈവം നമ്മെ വിടുവിച്ചുവെങ്കിൽ ഒരു മോശയെ ദൈവം ഉപയോഗിച്ചു. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം. ആ മോശയ്ക്ക് ദൈവം സകല അന്ധകാര ശക്തികളുടെ മേലും ജയം കൊടുത്തുകൊണ്ട് മിസ്രൈമില് ശക്തമായി ഉപയോഗിച്ചു എന്ന് കേൾപ്പാനിടയായി. ഇന്ന് രാത്രികാലം അങ്ങനെയെങ്കിൽ പട്ടണ ശക്തികളുടെ മേൽ നിൽക്കുവാൻ ദൈവം നമ്മെ കണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള ഓരോരുത്തരുടെ മേലും അഭിഷേകമുണ്ട്. ആ വചനത്തിന്റെ ശക്തി, അഭിഷേകം, ആലോചന ഏറ്റെടുത്തുകൊണ്ട് വരും ദിനങ്ങളിൽ പട്ടണ മധ്യേ ഹല്ലേലൂയ അർത്തമീസ് ദേവിയുടെ ശക്തികളെ തകർത്തുകൊണ്ട് ഹല്ലേലൂയ മോശയെ പോലെ അവന്റെ മുൻപിൽ സകല സർപ്പങ്ങളും ഹല്ലേലൂയ അവന്റെ മുൻപിൽ അവൻ വിഴുങ്ങുവാൻ ഇടയായതുപോലെ അതേ ആത്മശക്തിയോടെ നിലനിർത്തുവാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവിന്റെ ദാസനെ ഇന്ന് പകലും രാത്രിയിലും
ശക്തമായി ദൈവം ഉപയോഗിപ്പാനിടയായല്ലോ. കേട്ട വചനത്തിന് മുൻപിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ആ വചനങ്ങൾ, ഓരോ വചനങ്ങളും നമ്മുടെ ഹൃദയത്തിൽ പകർത്തിക്കൊണ്ട് ഈ ദിവസങ്ങൾ ശക്തിയോടെ മുന്നേറുവാൻ സഭയായി നമ്മെ ഒരുക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. നാളെ നടക്കുന്ന ശുശ്രൂഷകളെ, കടന്നു വരുന്ന കർത്താവിന്റെ ദാസന്മാരെ ശക്തിയോടെ ദൈവം ഉപയോഗിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. ഞായറാഴ്ച സമാഗം അല്ലെങ്കിൽ എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹമായി തീരുവാൻ നമുക്ക് ദൈവസ്ഥലം നമ്മെ തന്നെ സമർപ്പിച്ച് നാം എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ടി ഫെർഡിനൻഡ് മുൻപോട്ട് കടന്നു വന്ന് ഇപ്പോൾ പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കും. പ്രൈസ് ഗോഡ്. കണ്ണുകളടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ സ്വർഗീയ പിതാവേ, മനോഹര സമയത്തിനായി നന്ദിയോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഭാവവാസ പ്രാർത്ഥനയുടെ 2ാം രാത്രികാലത്തേക്ക് കടന്നു വരുവാൻ അവിടെ സഹായിച്ച വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. കൽപ്പിച്ച ദൈവശബ്ദങ്ങൾക്ക് മുമ്പാകെ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വചനം ദുർബലമായിരുന്ന സ്ഥാനത്ത് ശമൂവേൽ കടന്നു വന്ന് ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനം ഇസ്രായേലിൽ പരന്നപ്പോൾ അവർക്കെതിരായി സ്തോത്രം ഫെലിസ്ത്യ ശക്തികൾ കടന്നു വന്നുവെന്ന് കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി. കർത്താവേ, അതിലെ വചനമനുസരിച്ച് ചുവടുകൾ മുമ്പോട്ട് വയ്ക്കുവാൻ ഞങ്ങളെ അവിടെ സഹായിക്കണമേ. ഹല്ലേലൂയ. സ്തോത്രനായ പ്രമാണത്തിലുള്ളതൊക്കെ അനുസരിച്ച് നടക്കേണ്ടതിന് ഹല്ലേലൂയ സ്തോത്രം. അത് വിട്ടിടത്തോട്ടോ വലത്തോട്ടോ മാറാതെ അത് രാവും പകലും ദാനിക്കണമെന്ന് സ്തോത്രയോട് പറഞ്ഞു. സ്തോത്രം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനാകും. ഹല്ലേലൂയ. കർത്താവേ, നിനക്ക് അല്പമേ ശക്തിയുള്ളുവെങ്കിലും നീ എൻ്റെ വചനം കാത്തു. വചനം കാത്തവർക്ക് വേണ്ടി തുറക്കുന്ന വാതിൽ ഹല്ലേലൂയ അവിടം തുറക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. വചനം സംസാരിപ്പാൻ ഹല്ലേലൂയ പാസ്റ്ററുടെ ശക്തീകരിച്ചല്ലോ. ദാസൻ്റെ ഹല്ലേലൂയ സ്തോത്രസഭയെയും കുടുംബത്തെല്ലാം ഞങ്ങൾ ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. മടക്കത്രയിലും ദൈവസാന്നിധ്യം കൂടെ ഇരിക്കണമേ. വാഹനത്തെ സൂക്ഷിക്കണമേ. ഇവിടെ സൂക്ഷിക്കുന്ന തൻ്റെ വിലപ്പെട്ട ദാസന്മാർക്കായി സ്തോത്രം. ഹോസ്പിറ്റലായിരിക്കും ജോൻ പാസ്റ്ററിനായും സ്തോത്രം ചെയ്യുന്നു. പൂർണ്ണ സൗഖ്യത്തോടെ എഴുന്നേൽപ്പാൻ സഹായിക്കണം. വാസ്തോടായിരിക്കുന്ന ദൈവജനത്തെ ശക്തീകരിക്കണമേ. ഹല്ലേലൂയ. ഞങ്ങൾക്കൊരുമിച്ച് സ്തോത്രം വചനപ്രകാരം ചുവടുകൾ മുമ്പോട്ട് വയ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. കരത്തിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തു മൂലം പ്രാർത്ഥന കേൾക്കണം. സ്വർഗീയ പിതാവേ, ആമേൻ. നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം, 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 സ്തോത്രം. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനാം യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസ വഴി നടന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നാം ഏവരോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഉപസിക്കുന്ന എല്ലാ ദൈവമക്കളോടും ഇന്നു മുതൽ എന്നേക്കും കർത്താവിന്റെ 2ാമത്തെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ഇന്ന് രാത്രിയിലും ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, വേഗം വരണമേ. ആമേൻ. എല്ലാവരും സമാധാനത്തോടെ കടന്നു പോകാം. നാളെ പകല് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബിനു വട്ടപ്പാറ ഉണ്ടായിരിക്കും. രാത്രിയിലെ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ തോമസ് വർഗീസ് ഉണ്ടായിരിക്കും. എല്ലാവരും പ്രാർത്ഥനയോടെ കടന്നു വരിക. ദൈവം എല്ലാവരെയും സഹായിക്കും.